നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വെട്ടേറ്റ് മരിച്ച സംഭവത്തിൽ അന്വേഷണം CPM പ്രാദേശിക നേതാക്കളിലേക്ക് നീങ്ങുകയാണ്. പ്രദേശത്തെ CPM കോൺഗ്രസ് സംഘർഷത്തിന്റെ തുടർച്ചയാണ് ഇരട്ടക്കൊലപാതകമെന്ന് തന്നെയാണ് പോലീസ് നിഗമനം. രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു. ആസൂത്രിതമായി പ്രൊഫഷണൽ കൊലയാളികളെ ഉപയോഗിച്ചാണ് കൊല നടത്തിയതെന്നാണ് നിഗമനം. ന്യായീകരണമില്ലാത്ത വിധം CPM പ്രതിക്കൂട്ടിലാണെന്ന് കോടിയേരിയുടെ വാക്കുകൾ തന്നെ സമ്മതിക്കുന്നു. 20 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അപലപിക്കണമെന്ന തോന്നൽ മുഖ്യമന്ത്രിക്കുണ്ടായത്. നിസാര പ്രശ്നങ്ങളുടെ പേരിൽ തലയെടുക്കുന്ന ഗുണ്ടാ രാഷ്ട്രീയത്തെ അവസാനിപ്പിക്കാൻ ആത്മാർത്ഥതയില്ലാത്ത അപലപിക്കൽ കൊണ്ടാവില്ല. പലതവണ കണ്ടിട്ടുള്ളതാണ്. ഹീനമായ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ പേരിൽ കേരളം തല താഴ്ത്തി നിൽപ്പാണ്. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. അരും കൊലയിൽ നിന്ന് CPM നേതൃത്വത്തിന് കൈയൊഴിയാനാകുമോ? FB പോളിലൂടെ പ്രേക്ഷകർക്കും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ A. റഹീം, മാധ്യമപ്രവർത്തകൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, അഭിഭാഷകൻ അഡ്വക്കേറ്റ് അജകുമാർ എന്നിവരാണ് നേരിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കാസർഗോഡ് DCC പ്രസിഡന്റ് 8 മണിക്ക് ചർച്ചയിൽ ഉണ്ടാകും എന്നറിയിച്ചിരുന്നുവെങ്കിലും പക്ഷേ അദ്ദേഹത്തെ പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോഴും ഈ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിട്ടില്ല. വിലാപയാത്രയെ അവരവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോവുകയും അവിടെ പൊതുദർശനവും മറ്റുമായുള്ള ഒരു സമയമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പ്രതീക്ഷിക്കുക സാധ്യമല്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ അവിടെയുണ്ട്. അവരെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പ്രതിനിധി മനു ഭരത്താണ് ആദ്യം ചേരുന്നത് ഇപ്പോൾ പെരിയയിൽ നിന്നും. മനു, എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ്? ശരത്, സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി ഈ മൃതദേഹം ഇപ്പോൾ ഈ കൃപേഷിന്റെ മൃതദേഹമുള്ള വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ബന്ധുക്കളും മറ്റും ഈ മൃതദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചിരിക്കുന്നു. ഇനി അവസാന ചില ചടങ്ങുകൾ കൂടിയാണ് നടക്കുന്നത്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് കഴിഞ്ഞാകും ഈ ചിതയിലേക്ക് എടുക്കുക. ചിത തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് രണ്ടുപേർക്കും ഒരേ സ്ഥലത്ത് തന്നെ ചിത ഒരുക്കിയിരിക്കുന്നു. അവിടേക്കായിരിക്കും മൃതദേഹം കൊണ്ടുപോകുക. ഇതിപ്പോൾ ഏറ്റവും ഒടുവിൽ ഇവരുടെ അമ്മയ്ക്കും അതുപോലെ മറ്റ് കുടുംബാംഗങ്ങൾക്കും ചില അന്തിമ കർമ്മങ്ങൾ മറ്റും ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നത്. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് MP-യും അതുപോലെ DCC പ്രസിഡന്റ് ഹക്കീം കുന്നിലും നേതൃത്വത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുകയും ഈ അന്തിമ കർമ്മങ്ങൾക്കായുള്ള ചടങ്ങുകൾ നടത്തുകയും ചെയ്യുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ നേരിൽ കാണാനും കഴിയുന്നത്. ശരത്, ഇരുവർക്കും അടുത്തടുത്ത് തന്നെയാണോ ചിതയൊരുക്കിയിരിക്കുന്നത്? അതെ, രണ്ടു പേർക്കും ഒരേ സ്ഥലത്ത് തന്നെ ഒരേ അടുത്ത് തന്നെ ചിതയൊരുക്കിയിരിക്കുന്നു. അവിടെ ഒരു സ്മാരകം എന്ന തരത്തിൽ അത് ഉയർത്താനും കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം അതിനുവേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നു. ഏതായാലും ഈ രണ്ട് കുടുംബത്തെയും പൂർണ്ണമായി സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വവും കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുത്തിട്ടുണ്ട്. KPCC അധ്യക്ഷൻ നേരത്തെ ഇവിടെ എത്തിയിരുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവും എത്തിയിരുന്നു. അല്പം മുമ്പാണ് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് K. സുധാകരൻ ഇവിടെ എത്തിയത്. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് ഇവിടെ ഉണ്ട്. ഈ അന്തിമ കർമ്മങ്ങൾ നടക്കുന്ന ഈ കൃപേഷിന്റെ വീട്ടിൽ ഉണ്ട്. അവിടെ അതിനുവേണ്ടിയുള്ള മറ്റ് സഹായങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്തുകൊണ്ട് അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പമുണ്ട്. കുടുംബാംഗങ്ങൾ ഇതിന്റെ വെള്ളം കൊടുക്കുക എന്നുള്ള ചടങ്ങാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പൂർത്തിയായതിനു ശേഷമായിരിക്കും ഈ മൃതദേഹം ചിതയിലേക്ക് എടുക്കുക. ശരി മനു, കൃപേഷിൻ്റെ വീട്ടിൽ നിന്നുമാണ് ഇപ്പോൾ മനു ഈ വിവരങ്ങൾ നൽകിയത്. അവിടെ അന്തിമോപചാരം അർപ്പിക്കുകയാണ് ഉറ്റവർ. അവസാനമായി ഒരു നോക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണുന്നതിനായുള്ള ശ്രമത്തിലാണ്. അങ്ങേയറ്റം ദുഃഖകരമായൊരു സാഹചര്യത്തിലൂടെയാണ് ഈ ഹീനമായ രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ ഈ ഘട്ടം എത്തി നിൽക്കുന്നത്. നഷ്ടമായത് ഉറ്റവർക്കാണ്, കുടുംബങ്ങൾക്കാണ്. അവർക്ക് താങ്ങായി തണലായി രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇപ്പോൾ അവിടെയുണ്ട്. അവരെ ഏറ്റെടുക്കും എന്നതുപോലെയുള്ള ആശ്വാസ വാക്കുകൾ നൽകുകയല്ലാതെ മറ്റൊന്നും ആർക്കും ഇപ്പോൾ ചെയ്യാനാവില്ല. രണ്ട് യുവാക്കളുടെ ജീവനാണ് നിസ്സാരമായ പ്രാദേശിക കുടിപ്പകയുടെ പേരിൽ, രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ ഇല്ലാതാക്കിയത് എന്നതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു സാഹചര്യം. കേരളത്തിൽ അരങ്ങേറുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഏറ്റവും ഹീനമായ ഒരു മുഖം കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാം നഷ്ടപ്പെട്ടവർ അവരുടെ വേദന ആരോട് പങ്കുവെക്കും എന്ന് പറയാനാവാത്ത വിധം വേദനിക്കുന്നു. മറ്റെല്ലാം രാഷ്ട്രീയ ചടങ്ങുകളായി മാറുകയാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ അപ്പോഴും കൃത്യമായ ഇടവേളകളിൽ പല ന്യായീകരണങ്ങളുടെ പേരിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതാണ്
ഇവിടെയും സംഭവിക്കുന്നത്. മനുവാണ് വിവരങ്ങൾ നൽകിയത്. പ്രൈം ഡിബേറ്റിലേക്ക് പോകാം. നേതാക്കളും മറ്റുള്ളവരുമൊക്കെ ചർച്ചയിലേക്ക് എത്തുകയാണ്. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി എ റഹീം, ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, അഡ്വക്കേറ്റ് അജകുമാർ എന്നിവരാണ് ഇപ്പോൾ ഉള്ളത്. ശ്രീ റഹീം, ഈ ആശുപത്രികളൊക്കെ കേന്ദ്രീകരിച്ച് സാമൂഹ്യ സേവന പരിപാടികൾ ചെയ്യുക, പൊതിച്ചോറ് കൊടുക്കുക എന്നൊക്കെയുള്ള വലിയ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, അത്തരം രാഷ്ട്രീയ പൊതുപ്രവർത്തകർ, ഡിവൈഎഫ്ഐ ഒക്കെ നേതൃത്വം കൊടുക്കുന്നതാണ് അത്തരം പരിപാടികൾ. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെയാണ് മറുകൈ കൊണ്ടിങ്ങനെ തലച്ചോറെടുക്കാൻ, തലകൊയ്യാൻ ആവുന്നത്? എന്തൊരു ദുരന്തമാണിത്. അല്ല, ഞാൻ ഇന്നുണ്ടായ സംഭവത്തെ ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല. ഞാനത് ന്യായീകരിക്കാൻ വേണ്ടി വന്നയാളുമല്ല, അതിനെ അപലപിക്കാൻ വന്നയാളാണ്. ഇന്ന് കാസർഗോഡ് ഉണ്ടായ സംഭവത്തെ ഉദ്ധരിച്ചാണ് താങ്കളിത് പറയുന്നത് എങ്കിൽ ആ സംഭവത്തെ നിർദ്ദയം അപലപിക്കാനും തള്ളിപ്പറയാനും വന്നയാളാണ് ഞാൻ. അതെനിക്കങ്ങനെ സാധിക്കുന്നത്, ഞങ്ങളുടെ പാർട്ടിക്കത് സാധിക്കുന്നത്, ഡിവൈഎഫ്ഐക്കത് സാധിക്കുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞ നന്മകളുള്ളത് കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ഒരു ഗവൺമെൻറ്, നമ്മുടെ ഗവൺമെൻറ്റാണല്ലോ ഭരിക്കുന്നത്. ഞാൻ ഈ ഉണ്ടായ സംഭവത്തെ ഒരു തരത്തിൽ ന്യായീകരിക്കുന്നില്ല. ദൗർഭാഗ്യകരമാണ്. ദൗർഭാഗ്യമെന്ന് പറഞ്ഞതുകൊണ്ടോ നമ്മളാരെങ്കിലും അനുച്ഛേദനപ്പെടുത്തിയത് കൊണ്ടോ ആ കുടുംബത്തിനുണ്ടായ നഷ്ടമൊന്നും തന്നെ പരിഹരിക്കാനാകില്ല. ഇത് നല്ല നിശ്ചയവും എനിക്കുണ്ട്. പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഇതൊക്കെയാണ്. ഒരു പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണോ, ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ആ പാർട്ടി ഇത് ചെയ്യുന്നുമുണ്ട്. ഇതിനെ ആകെ വിപുലീകരിച്ച് CPM ആകെ കുഴപ്പമാണ് എന്ന് പറയരുത്. ഇതിനെല്ലാം തള്ളി പറയാൻ കഴിയുന്നൊരു നേതൃത്വം CPIM-ന് ഇപ്പോഴുമുണ്ട്. അത് CPIM-ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റേതെങ്കിലുമൊക്കെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ കടന്നു പോകാൻ ഞാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ ചർച്ചയിൽ അങ്ങനെ ആരെങ്കിലും അതിനെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ അതിന് ഞാൻ സന്നദ്ധനുമാകും. പക്ഷേ ഇപ്പോൾ ഞാനത് തയ്യാറാകുന്നില്ല. ഇവിടെ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായ സംഭവത്തെ ഏതെങ്കിലും ഒരു തരത്തിൽ, ഞാനിപ്പോൾ ഇവർ ഏത് കേസിലെ പ്രതികളാണെന്നോ ഞാനതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്കൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ആ 2 ചെറുപ്പക്കാരുടെ ജീവനെടുത്തതിനെ 1% പോലും ന്യായീകരിക്കാനാകുന്നില്ല. അതിനെ അപലപിക്കുക എന്ന ലക്ഷ്യവുമായി തന്നെയാണ് ഞാൻ വന്നത്. അത് തള്ളിപ്പറയുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ. പക്ഷേ റഹീം, തിരിച്ചടിക്കാതെ നിലനിൽപ്പില്ല എന്ന ഒരു രാഷ്ട്രീയ ബോധമാണ് പലപ്പോഴും ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ചെന്നെത്താറുള്ളത്. അത് ആവർത്തിക്കപ്പെടുന്നു എന്നൊരു പ്രശ്നമുണ്ട്, അപലപിക്കുന്നുമുണ്ട്. ഇത് രണ്ടും ഒരുപോലെ സംഭവിക്കുന്നതാണ്. അല്ല, ഇപ്പോൾ വരുന്നത്, ഞാനിപ്പോൾ നിങ്ങളീ പറഞ്ഞ മാനസികാവസ്ഥ, ഇപ്പോൾ ഇന്നത്തെ ദിവസത്തെ എടുക്കൂ. ഞാൻ 2 ഉദാഹരണങ്ങൾ എടുക്കുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഈ അടുത്ത കാലത്തുണ്ടായ 2 വലിയ സംഭവങ്ങൾ, ഒരിക്കലും നടന്നുകൂടാനാകാത്ത. ഒന്ന് അഭിമന്യുവിൻ്റെ കൊലപാതകത്തെ ഞാൻ എടുക്കുന്നു, ഒന്ന് ഇന്നത്തെ ദിവസം ഉണ്ടായ ഈ ദാരുണമായ ദുരന്തത്തെ എടുക്കുന്നു. അന്ന് ഞങ്ങളായിരുന്നു ഇരകൾ, ഇന്ന് ഞങ്ങൾ കുറ്റവാളികളാണ്. ഞങ്ങളുടെ ഭാഗത്തുള്ളവരാണ് കുറ്റവാളികൾ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ഇവിടെ കുറ്റവാളികളായി ആരോപിക്കപ്പെടുകയാണ്. പ്രതികളെ പിടിച്ചിട്ടില്ല. എന്തായാലും FIR-ഉം മറ്റു കാര്യങ്ങളും FIR മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എടുക്കുന്നത്. എന്തായാലും ആ ദിശയിലേക്കാണ് പോകുന്നതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അപ്പം അങ്ങനെ തന്നെ ഇരിക്കലും ഇന്നും അന്നും നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. 2 നമ്മുടെ ഓർമ്മകളിലുള്ളതാണ് ചരിത്രം. അന്ന് കേരളത്തിലാകെ ഹർത്താൽ പ്രഖ്യാപിക്കാമായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യത്തിന്, CPIM-ന് ഹർത്താൽ പ്രഖ്യാപിച്ചില്ല. എറണാകുളം ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നില്ല. പ്രാദേശിക ഹർത്താൽ, അത്തരം കാര്യങ്ങളിലേക്കൊന്നുമല്ല ഞങ്ങൾ സഞ്ചരിച്ചത്. വിലാപയാത്ര പോയ വഴികളിലൊന്നും ഒരു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓഫീസും ആക്രമിച്ചില്ല, ഒന്നും ആക്രമിച്ചില്ല. കേരളത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് അത്യപൂർവമായ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ പിന്നീടൊക്കെ ഉണ്ടായതൊഴിച്ചാൽ സംഘടിതമായതൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇന്ന് കേരളത്തിലെമ്പാടും ഹർത്താൽ പ്രഖ്യാപിച്ചു. ആറ്റുകാൽ പൊങ്കാല ഉൾപ്പെടെയുള്ള തിരുവനന്തപുരത്തുൾപ്പെടെ വാഹനങ്ങൾ നടുറോഡിൽ തടഞ്ഞു. ഞാൻ ചോദിക്കുന്നു, അക്രമങ്ങളെ ആകെയാണ് അപലപിക്കേണ്ടത്? ഈ പറയുന്നത് നമ്മളൊരു ലീഡർഷിപ്പിന് ചെയ്യാൻ കഴിയുന്നത് തെറ്റായ ഒരു കൾച്ചറിലേക്ക്, തെറ്റായ ഒരു സംസ്കാരത്തിലേക്ക് പോകുമ്പോൾ അതിനെ തടയുക എന്നുള്ള നേതൃപരമായ സമീപനമാണ് CPIM സ്വീകരിച്ചത്, മുഖ്യമന്ത്രി സ്വീകരിച്ചത്, ഭരണത്തിലൂടെ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നു, ഞാൻ കോൺഗ്രസിനെ, ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ കൂട്ടത്തിൽ ഒരാൾ ഇതുപോലെ കൊല്ലപ്പെടുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദനയൊന്നും ഞാൻ കുറച്ച് കാണുന്നില്ല. അവരുടെ വേദനയൊന്നും ഞാൻ കുറച്ച് കാണുന്നില്ല, ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അതിനെ തുടർന്ന് കേരളത്തിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ എന്തിൻ്റെ പേരിലായിരുന്നു? ഇനി പോട്ടെ, ഞാൻ വരുന്ന വഴിയിൽ കണ്ടൊരു വിഷ്വലുണ്ട്. ഈ കാണുന്നത് പോലെ തന്നെ ദയനീയമായി ഒരു നാട്ടിലെ സ്ത്രീകളാകെ ഇറങ്ങി കലഹിക്കുന്നത് ഞാൻ കണ്ടു. പാവപ്പെട്ടവർ ജോലി ചെയ്യുന്ന ദിനേശ് BD സംഘം, പാവപ്പെട്ടവർ ജോലി ചെയ്യുന്ന അവിടുത്തെ ആശ്രയ കേന്ദ്രമായ ഒരു സാംസ്കാരിക കേന്ദ്രം, AKG ഭവൻ ഒക്കെ തീയിടുകയാണ്. ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ കൂട്ടത്തിൽ നഷ്ടമുണ്ടായതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ആ നഷ്ടത്തെ തുടർന്ന് ഇത്തരത്തിലൊരു അനിഷ്ട സംഭവം നിങ്ങൾക്ക് കാണാനാകില്ല. അതിൻ്റെ കാര്യം എന്താണ്? അവിടെയാണ് നേതൃപരമായ ഒരു ഇടപെടൽ ശക്തമായി വരുന്നത്.
നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ നഷ്ടപ്പെട്ടതിൻ്റെ ഉടനെ തന്നെ സ്വാഭാവികമായും ഒരു റഹീം അത് ചോദിക്കുമ്പോൾ ഇപ്പോൾ അഭിമന്യു കൊല്ലപ്പെട്ടപ്പോൾ അത് ചെയ്തു, മാതൃകാപരമായി ചെയ്തു എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നു സർക്കാർ ഭരിക്കുന്നത് നിങ്ങളാണ് എന്നൊരു തോന്നൽ കൂടിയുണ്ട്. ആ ഉത്തരവാദിത്വം കാട്ടേണ്ടതുണ്ട്. പക്ഷേ രാഷ്ട്രീയ കൊലപാതകങ്ങളിലെല്ലാം എല്ലാ കാലത്തും CPM അങ്ങനെയാണോ ചെയ്തിട്ടുള്ളത്? തിരിച്ചടിച്ചിട്ടുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, തിരിച്ചടിക്കാതെ നിലനിൽപ്പില്ല എന്ന ബോധത്തോടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അടിക്ക് തിരിച്ചടി, കൊലയ്ക്ക് കൊല. അതുപോലെ ഗ്രന്ഥശാലകളും പാർട്ടി ഓഫീസുകളും തകർത്തുവെങ്കിൽ തിരിച്ച് അതുപോലെ ചെയ്യുക എന്ന് പറയുന്ന എത്രയോ സംഭവങ്ങൾ എത്രയോ കാലത്തുണ്ടായി. അഭിമന്യുവിൻ്റെ മരണത്തിന് ശേഷം അത് ഉണ്ടായില്ല എന്നത് സ്വാഗതാർഹം തന്നെയാണ്, മാതൃകാപരമാണ്. ഞാൻ കുറച്ചൊന്നും പറയുന്നില്ല. പക്ഷെ അതാണ് എല്ലാ കാലവും സംഭവിച്ചതെന്നൊന്നും പറയരുത്. പറയാം, തീർച്ചയായിട്ടുമല്ല. നമ്മൾ ഓരോ കാലം കഴിയുന്നതോറും നമ്മൾ കൂടുതൽ പരിഷ്കരിക്കപ്പെടുകയാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ഇതിൽ മാത്രം ഒരു പരിഷ്കാരവും ഇല്ല. പറയട്ടെ, അങ്ങനെ പറയുകയല്ല. നമ്മളിതിനെ ഓരോ കാലഘട്ടം കഴിയുന്തോറും ഏതൊരു സംഘടനയും അങ്ങനെയാണ് നമ്മുടെ കാലം പോകുന്നത്. ഇപ്പോൾ ഹർത്താലിനെതിരെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടാകുമായിരുന്നോ? ഇതിപ്പോൾ ഹർത്താൽ പ്രഖ്യാപിച്ചപ്പോൾ കോടതി അടിയന്തരമായി സ്വമേധയാ കേസെടുത്ത ഇല്ല. കോടതികൾ പോലും എല്ലാവരുടെയും സമീപനങ്ങളിൽ ഈ മാറ്റം ഉണ്ടാവുകയാണ്. ആ മാറ്റം സ്വാഭാവികമായി ഞങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റത്തിന് പ്രധാനമായി ഇപ്പോൾ ഞാനിത് പറയുന്നത് സമീപകാലത്തുണ്ടായ രണ്ട് അനുഭവങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. മുമ്പൊക്കെ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ RSSുമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ പലപ്പോഴും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. RSSന്റെ ഏറ്റുമുട്ടലുകളെ വേറൊരു തരത്തിലാണ് നാം കാണേണ്ടത്. ഇതുമായി ചേർത്തല്ല വായിക്കേണ്ടത്. RSSകാരെ കൊല്ലാമോ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമായി വായിക്കരുത്, അതല്ല. പക്ഷേ ഈ ഉണ്ടായ സംഭവവും ഞാൻ അഭിമന്യുവിൻ്റെ സംഭവവും ചേർത്ത് വായിച്ചത് ഈ സമീപകാലത്തുണ്ടായ രണ്ട് സംഭവങ്ങളാണ്. ഞാൻ ഈ ഉണ്ടായ സംഭവത്തെ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു ഘട്ടത്തിലും ന്യായീകരിക്കാനല്ല ഞാൻ വന്നത്, അത് അപലപിക്കാൻ കൂടിയാണ് വന്നത്. ശരി, അതിനെ തള്ളിപ്പറയാൻ കൂടിയാണ് വന്നത്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഇപ്പോൾ ഞാൻ പെറ്റ മകനെ എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ രണ്ടമ്മമാർ കൂടി കേരളത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു. ഇതാണ് സാഹചര്യം. പക്ഷേ നിർദ്ദയം തള്ളിപ്പറയാൻ കഴിയുന്നു, അപലപിക്കാനാകുന്നു എന്ന മേന്മയെക്കുറിച്ചാണ് ഇവിടെ റഹീം സൂചിപ്പിച്ചത്, റഹീമിൻ്റെ പാർട്ടിയെക്കുറിച്ച്. ഒപ്പം വിശദീകരിച്ച ഇന്നത്തെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണങ്ങളിൽ ഏതെങ്കിലും ചിലതെങ്കിലും ബോധ്യപ്പെടുന്നതായി താങ്കൾക്ക് വരുന്നുണ്ടോ, താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ശരത്ത് തന്നെ ആങ്കർ ചെയ്തിട്ടുള്ള ചർച്ചകളിൽ ഇതുപോലെ രാഷ്ട്രീയ കൊലപാതകങ്ങളെ സംബന്ധിച്ച ചർച്ചകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മൾ ഇന്ന് ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. കുറേ മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ അഭിമന്യുവിൻ്റെ മരണം ചർച്ച ചെയ്തു. അതിനു മുമ്പ് ഷുഹൈബിൻ്റെ മരണം ചർച്ച ചെയ്തു. ഈ ചർച്ചകൾക്കപ്പുറത്തൊന്നും ഇപ്പോൾ റഹീം പറഞ്ഞു നാം ഓരോ ദിവസം കഴിയും തോറും പരിഷ്കരിക്കപ്പെടുകയാണെന്ന് പറഞ്ഞു. പക്ഷേ പരിഷ്കാരത്തിൻ്റെയോ സ്വയം നവീകരണത്തിൻ്റെതായ യാതൊരു ലക്ഷണങ്ങളും നമ്മുടെ പാർട്ടി കാണിക്കുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ്. ഇത്തരം ചർച്ചകൾ തന്നെ വാസ്തവത്തിൽ അർത്ഥശൂന്യമാണെന്ന് മാറി എന്ന് ചിന്തിക്കുമ്പോൾ തോന്നിപ്പോവുകയാണ്. എനിക്ക് റഹീമിനെ വളരെ ചെറുപ്പത്തിൽ അറിയാം. എനിക്കൊന്ന് ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ തന്നെ എനിക്കറിയാം. സത്യസന്ധനായ ഒരു ചെറുപ്പക്കാരനായിട്ടാണ് ഞാൻ റഹീമിനെ കണ്ടുള്ളത്. പക്ഷേ റഹീം എത്ര നിസ്സാരമായിട്ടാണ് ഇന്നത്തെ കാര്യങ്ങളെ ചില താരതമ്യങ്ങളിലൂടെയൊക്കെ ചർച്ച ചെയ്തതെന്നുള്ളതാണ്. അപ്പം നിഷ്കരണമോ നിർദ്ദയമോ ഇതിനെയൊക്കെ അപലപിക്കാൻ ആർക്കുമാവും. വായിൽ നാവുള്ള ഭാഷ കൈകാര്യം ചെയ്യാനാവുന്ന ആർക്കും അതിശക്തമായ ഭാഷയിൽ വളരെ വികാരപരമായ രീതിയിലൊക്കെ നമുക്കതിനെ അപലപിക്കാനും നിസ്സാരവൽക്കരിക്കാൻ അല്ലെങ്കിൽ തള്ളിക്കളയാനും ഒക്കെ സാധിക്കും. അതല്ലല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ അദ്ദേഹം എത്തി നിൽക്കുന്നത് ഈ രണ്ടു ചെറുപ്പക്കാരെ വളരെ നിർദ്ദയം കൊലപ്പെടുത്തിയ ഏതൊരു കൊലപാതകങ്ങളും അഭിമന്യുവിൻ്റെ ആണെങ്കിലും ഷുഹൈബിൻ്റെ ആണെങ്കിലും മരണം തന്നെയാണ്. ഇപ്പോൾ ശരത്ത് എന്നോട് ചോദിച്ചു ഞാൻ പെറ്റ മകനെ എന്ന് പറയുന്ന ഒരു രംഗം ഇന്നിപ്പോൾ രണ്ടമ്മമാർ കൂടിയായെന്ന് പറഞ്ഞു. പക്ഷേ അഭിമന്യുവിൻ്റെ അമ്മയുടെ ആ രോദനം, ആ അമ്മയുടെ കരച്ചിൽ കേരളത്തിലെ ബുദ്ധിജീവികളടക്കം ഏറ്റെടുത്തെങ്കിൽ ഇന്ന് ഈ രണ്ടമ്മമാർ പെറ്റ മക്കളുടെ മരണം ഇന്ന് എങ്ങനെയാണ് കേരളത്തിലെ ബുദ്ധിജീവികൾ ഇടതുപക്ഷ ചിന്തകരൊക്കെ കൈകാര്യം ചെയ്തെന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. അതായത് സുനിൽ പിള്ളയുടെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞു ഇത് ജനാധിപത്യത്തിന്റെ തോൽവിയാണിത്, ഇത് ഫാസിസ്റ്റുകൾക്ക് ഇതിന്റെ ഗുണം ചെയ്യൂ, ഇത്തരം അക്രമ രാഷ്ട്രീയത്തിന്റെ, ഇത്തരം കൊലപാതക രാഷ്ട്രീയം എന്ന് പറയുന്ന നിലയിൽ ഇടതുപക്ഷ ബുദ്ധിജീവികൾ പോലും ആ CPMന്റെ നടപടിയെ, പ്രവർത്തകരുടെ നടപടിയെ തുറന്നു വിമർശിച്ചിട്ടുണ്ട്. ശരത്തെ, സുനിൽ പി ഇളയടയത്തിൻ്റെ പ്രസ്താവനയോ ഫേസ്ബുക്ക് പോസ്റ്റോ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ട രണ്ട് പോസ്റ്റുകളിൽ ഇടതുപക്ഷ
നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികൾ CPM ആണെന്നോ അല്ലെങ്കിൽ റഹീം കാണിച്ച സത്യസന്ധത. റഹീം പറഞ്ഞു അവിടെ ഞങ്ങൾ ഇരയുടെ ഭാഗത്തായിരുന്നു, ഞങ്ങൾ ഇന്ന് തെറ്റു ചെയ്തവരുടെ ഭാഗത്താണ്, ഞങ്ങളാണ് തെറ്റുകാരെന്ന് റഹീം തുറന്നു പറഞ്ഞ ആ ഒരു സമീപനം പോലും ഞാൻ കണ്ട 2 പോസ്റ്റുകളിൽ, ഞാൻ കൂടുതലൊന്നും കണ്ടില്ല, പലതും ശ്രദ്ധിക്കുന്ന ആളാണ്, കണ്ടില്ല, എന്നെ ദുഃഖിപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഈ പൊതിച്ചോറിനെ കുറിച്ചൊക്കെ പറഞ്ഞു, നന്മ തന്നെയാണ്. പൊതിച്ചു ഏത് വിമർശനം? ഈ ഇന്ന് കണ്ട 2 പോസ്റ്റ് 2 ബുദ്ധിജീവികളെ കുറിച്ച് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഏത് വിമർശനം? അല്ല, ഈ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചല്ലോ, ഞാൻ കണ്ട 2 പോസ്റ്റുകളിൽ അത് കണ്ടില്ല എന്ന് പറഞ്ഞു. ശരത്തെ ഞാനിപ്പോൾ ആരുടെയും പേരെടുത്ത് പറയാനോ നാളെ അവർ ഫേസ്ബുക്കിൽ എനിക്കെതിരെ എഴുതുന്ന ആക്ഷേപങ്ങൾ കേൾക്കാനോ ഞാൻ തയ്യാറല്ല. ഞാൻ അത്തരത്തിലുള്ളൊരു ധീരനൊന്നും അല്ല. പക്ഷേ ഞാൻ ചില സത്യങ്ങൾ പറയുകയാണ്. അതാരാണെന്ന് ശരത്തിനും അറിയാം, എന്നെ കേൾക്കുന്ന ആളുകൾക്കും അറിയാം. ഞാൻ അവരുടെ ഒന്നും മുമ്പിൽ തല വെച്ചു കൊടുക്കാൻ സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്. എനിക്ക് അതിനുള്ള ധൈര്യമില്ല, ഞാൻ അതിന് തയ്യാറാവുന്നുമില്ല. ശരത്തിനറിയാം, കാര്യങ്ങൾ അറിയാമല്ലോ. പിന്നെ ഈ നന്മയെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഈ നന്മയൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ പൊതിച്ചോറ് നിർബന്ധപൂർവ്വം പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കാത്ത വീട്ടമ്മയ്ക്കെതിരെ ഡിവൈഎഫ്ഐക്കാരെ കാണിച്ച കഥകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഈ താരതമ്യങ്ങൾ, എൻ്റെ പൊന്ന് റഹീമും ഞാനും കൂടി ഇരിക്കുന്ന ഒരു പാനലിൽ ദയവ് ചെയ്ത് റഹീം നമുക്കറിയാവുന്നതാണ്. ഞാനും കൂടി ഇരിക്കുന്ന പാനലിൽ റഹീം ഇത് പറയരുത്. അഭിമന്യു മരിച്ചാലും കൃപേഷ് മരിച്ചാലും ഷൂഹൈബ് മരിച്ചാലും ശരത്ലാൽ മരിച്ചാലും ഒരുപോലെ അതിനെ അപലപിച്ചിട്ട് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അദ്ദേഹം ഹർത്താലിലേക്കാണ് പോകുന്നത്. സർക്കാർ CPM ഭരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു CPMന്റെ പോഷക സംഘടന ഹർത്താലിന് ആഹ്വാനം ചെയ്ത കാര്യമുണ്ടോ? അപ്പൊ കേരളത്തിൽ CPM ഹർത്താൽ നടത്തിയിട്ടില്ലേ? എന്താ കണ്ണൂരിലേക്ക് എന്താ നടക്കുന്നത്? ഒരു RSSകാരൻ ഒരു CPMകാരനെ വെട്ടിയാൽ, കൊലപ്പെടുത്തിയാൽ 24 മണിക്കൂറിനകം തിരിച്ചു കൊല്ലുന്ന പാരമ്പര്യവും ചരിത്രവുമാണ് കണ്ണൂരിലേക്കുള്ള CPMകാർക്കുള്ളത്. എന്നിട്ട് റഹീം വന്നിട്ട് താരതമ്യങ്ങൾ നടത്താൻ ദയവ് ചെയ്ത റഹീമെ, നമ്മൾ ഇന്നത്തെ ദിവസമെങ്കിലും വാർത്ത കേട്ടു, ആ ശവസംസ്കാരത്തിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. ഒരേ സ്ഥലത്ത് 2 ചെറുപ്പക്കാരെ 19-20 വയസ്സുള്ള ചെറുപ്പക്കാരുടെ ശവദാഹം നടക്കാൻ പോകണം. ഈ നിമിഷമെങ്കിലും ദയവ് ചെയ്ത കാര്യങ്ങളെ വളച്ചൊടിക്കരുത്, തെറ്റിദ്ധരിപ്പിക്കരുത്. എനിക്ക് റഹീമിനോട് വളരെ വളരെ വിനയപൂർവ്വമുള്ള ഒരപേക്ഷയുണ്ട്. താരതമ്യങ്ങൾക്കില്ല. അഭിമന്യുവിന്റെ കാര്യം തന്നെ പറയട്ടെ. അഭിമന്യുവിന്റെ കാര്യം പറയുമ്പോൾ അഭിമന്യുവിന് വേണ്ടി നടത്തിയ പിരിവുകൾ, അദ്ദേഹത്തിന് വീട് കൊടുത്തത് ഒക്കെ നമുക്കറിയാം. ആ പിരിവിന്റെയും പിരിച്ച പണത്തിന്റെയും ഒക്കെ കാശുണ്ട്. ഞാൻ ഈ ദിവസം അത് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു മിനിറ്റ്, ഇത് ബോധ്യപ്പെടാത്ത ഡയറക്റ്റ് പറയണ്ട. ശ്രീ സണ്ണിക്കുട്ടി ഇബ്രാഹിമിനെ എന്നെ അറിയാവുന്നത് പോലെ തന്നെ എനിക്ക് അങ്ങയും താങ്കളീ പറഞ്ഞ കാലം മുതൽ, താങ്കൾക്ക് എന്നെ അറിയാവുന്ന കാലം മുതൽക്ക് തന്നെ താങ്കളെയും എനിക്കടുത്തറിയാം. താങ്കൾ എന്തിനാണ് വരികൾക്കുള്ളിൽ വിഷമൊളിപ്പിച്ച് വെച്ചത്? താങ്കൾ അങ്ങനെ പറയരുത്. പ്ലീസ് കേൾക്കൂ. ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ സണ്ണിക്കുട്ടി ഇബ്രാഹിം അങ്ങ് മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. ആ അർത്ഥത്തിൽ ഞാൻ അങ്ങയെ ബഹുമാനിക്കുന്നയാളാണ്. നിങ്ങളുടെ പൊളിറ്റിക്കൽ നിലപാടുകൾ വേറെ ഒന്നാകുമ്പോൾ തന്നെ വളരെ റെസ്പെക്റ്റ് ആയിട്ട് എപ്പോഴും പെരുമാറുന്ന ഒരാളാണ്. ഞാൻ ചോദിക്കുന്നു, ഞാൻ പറഞ്ഞതിൽ എന്താണ് വളച്ചൊടിക്കാൻ ശ്രമിച്ചത്? താങ്കൾ ഒരു ഘട്ടത്തിൽ പറഞ്ഞല്ലോ, ഞാൻ വളരെ കൃത്യമായി പറയുന്നു, ഞാൻ ന്യായീകരിക്കാനല്ല വന്നത് ശരത്തിൻ്റെ ഒരു ചോദ്യത്തോട് പ്രതികരിക്കുന്ന ഘട്ടത്തിലാണ് എനിക്ക് ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടി വന്നത്. താങ്കളിവിടെ പറഞ്ഞു, ഞങ്ങളിങ്ങനെ CPM ഭരിക്കുന്ന സന്ദർഭത്തിലായതുകൊണ്ടാണ് ഹർത്താൽ നടത്താത്തത്. UDF ഭരിക്കുന്ന സന്ദർഭത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിരിക്കുമ്പോഴാണ് ചെറിയ പ്രായത്തിൽ 18 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ സാർ, അനീഷ് രാജൻ എന്നൊരു ചെറുപ്പക്കാരനെ കോൺഗ്രസ്സുകാർ വെട്ടിക്കൊന്നു. ഇടുക്കിയിലാണ്. ആ വീട്ടിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോകാം. ശ്രീ സണ്ണിക്കുട്ടി ഇബ്രാഹിം വരുമോ? ഞാൻ കൊണ്ടുപോകാം. ഇടുക്കിയിലേക്ക് ഒന്ന് പോകണം. ആ വീട്ടിൽ പ്ലീസ് ഞങ്ങൾ ജില്ലാ ഹർത്താൽ പോലും നടത്തിയില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനത് പറയട്ടെ. ഞാൻ ഇടപെടട്ടെ. പ്ലീസ് കേൾക്കൂ, ഒന്ന് കേൾക്കൂ. താങ്കൾ പറഞ്ഞത് എനിക്കിപ്പോൾ അസ്വസ്ഥതയുണ്ട്. ശ്രീ സണ്ണിക്കുട്ടി, ഇങ്ങനെ ഞാനും നിങ്ങളും തമ്മിൽ തർക്കിക്കേണ്ട ദിവസവുമല്ലത്. കാരണം ഈ കാസർഗോഡുണ്ടായ സംഭവം തെറ്റാണെന്നും അപലപനീയമാണെന്നും അത് തള്ളിപ്പറയേണ്ടതാണെന്നും നിങ്ങൾക്കും എനിക്കും അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ എന്തിന് ഞാനും നിങ്ങളും തർക്കിക്കണം? ശരി, ഇനി കേൾക്കണം. ഞാൻ പറയട്ടെ. എനിക്ക് പറഞ്ഞ മറുപടിയിലേക്ക് വരാണ്. വരുന്ന പ്രശ്നം ഇത്രയേ ഉള്ളൂ. ഒന്ന്, നിങ്ങൾ പറഞ്ഞത് അങ്ങനെയാണെങ്കിലെന്നാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് ആ മരണം നടക്കുമ്പോൾ, കൊലപാതകം ആദ്യം ഇടുക്കിയിൽ നെടുങ്കണ്ടത്തെത്തുന്നത് ഞാനാണ്. പക്ഷെ അവിടെ നിന്നുകൊണ്ട് ഒരു ജില്ലാ, ഞാൻ ഹർത്താൽ പോയിട്ട് SFIയുടെ പഠിപ്പ് മുടക്ക് പോലും, SFI പ്രവർത്തകനാണ്, ഞങ്ങൾ ചെയ്തില്ല. ഞങ്ങൾ അതിൽ
വേറൊരു തരത്തിലാണ് അതിനെ കൈകാര്യം ചെയ്തത്. വേറൊരു തരത്തിലാണ്, മീൻസ് അത് പൊളിറ്റിക്കലി ക്യാമ്പയിൻ ചെയ്യുക, കുറ്റവാളികളെ അങ്ങനെയാണ്. അല്ലാതെ നിങ്ങളൊരു എക്സാമ്പിൾ പറ. ശരി, പിന്നെ അങ്ങ് പറഞ്ഞല്ലോ ശ്രീ സണ്ണുകുട്ടി എബ്രഹാം, അങ്ങ് ഇതിനെ അപലപിക്കുന്നതും തള്ളിപ്പറയുന്നതിനെയും ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അങ്ങ് ചില ബുദ്ധിജീവികളെ കുറ്റം പറഞ്ഞതുപോലെ ഞാനിപ്പോൾ അങ്ങയെയും കുറ്റം പറയുകയാണ്. എന്തുകൊണ്ട്? താങ്കളൊരു നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകനായി ഒന്ന് നോക്കൂ. നിങ്ങളുടെ മാധ്യമ പ്രവർത്തനത്തിന്റെ അനുഭവത്തിനിടയിൽ ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. താങ്കളോട് ഉന്നയിച്ചല്ലോ ഷുഹൈബ് ഈ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടതാണ്. അതിലും കുറ്റവാളികളുടെ ഭാഗത്ത് ആരോപിക്കപ്പെട്ടു വന്നത് ഞങ്ങളായിരുന്നു. ഞാനത് പറയുന്നു, ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു. കൊല്ലപ്പെട്ടത് യൂത്ത് കോൺഗ്രസ് നേതാവാണ്. ഞാൻ അങ്ങയുടെ മാധ്യമ പരിചയത്തിൽ നിന്നാണ്, ഞാൻ ചരിത്രം പറയുന്നില്ല, അങ്ങയുടെ ദീർഘമേറിയ മാധ്യമ ഇടപെടലിനിടയിൽ ഒന്ന് പറയൂ, ഭരിക്കുന്നത് സി പി ഐ എം, കുറ്റവാളികൾ CPIM അനുഭാവികളും CPIM പ്രവർത്തകരും നേതാക്കളും. 82ാമത്തെ ദിവസം കുറ്റപത്രം കൊടുത്തു, അറിയോ താങ്കൾക്ക്? അതിലെ 1 മുതൽ 4 വരെയുള്ള പ്രതികൾ ഇപ്പോഴും ജയിലിലാണ്. കാരണം എന്താ? 90 ദിവസത്തിനകം കുറ്റപത്രം കൊടുത്തത് കൊണ്ട്. അജകുമാർ സാർ ഈ വേദിയിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അങ്ങയുടെ പാർട്ടിക്ക് പുറത്താണ്, അവരുടെ പാർട്ടിക്ക് പുറത്താണ്. പാർട്ടിക്ക് പുറത്തെന്ന് മാത്രമല്ല, ജയിലിനകത്താണ്. ജയിലിനകത്താണെങ്കിലും പാർട്ടിക്ക് വേണ്ട അങ്ങനെ പറയരുത്. അല്ല, വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ റഹീമിനോട് പറഞ്ഞു. തർക്കിച്ച് ജയിപ്പിക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്തോ. ഞാൻ പറയുന്ന വസ്തുതകളെ എന്തിനാണ് പ്രകോപിതനാകുന്നത്? ഞാൻ പ്രകോപിതനല്ല. ഞാൻ എന്റെ സംശയങ്ങളല്ലേ റഹീമിനോട് ചോദിച്ചത്. അങ്ങനെ ജയിലിനകത്താണ്, പാർട്ടിക്ക് പുറത്താണ്. ഞാൻ പറഞ്ഞത് ഈ സാഹചര്യങ്ങൾ സാങ്കേതികമായി പറയുമ്പോഴും പാർട്ടിക്ക് പ്രിയപ്പെട്ടവരായി ഇന്നും ജയിലിൽ കിടക്കുന്ന പ്രതികളുണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ, ശിക്ഷിക്കപ്പെട്ട്. റഹീമിന് നന്നായി മനസ്സിലായി കാണുമല്ലോ. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് താങ്കൾക്ക് ഇത് പറയാലോ. ഇന്നത്തെ ദിവസം ഒച്ചപ്പാടുണ്ടാക്കേണ്ട ദിവസമാണോ? പരമാവധി ഒച്ചപ്പാടുണ്ടാക്കുന്നതിന്റെ ഭംഗി ആസ്വദിക്കാനല്ലല്ലോ ഈ നാളുകൾ ഇരിക്കുന്നത്. പിന്നെ എന്തിനാണ് ഒരു ആങ്കർ എന്ന നിലയിൽ താങ്കൾ തന്നെ ഒച്ചപ്പാട്? ചോദ്യമാണ്. അല്ല, ചോദ്യം ചോദിക്കേണ്ടത് നേരത്തല്ലേ ചോദിക്കാം. നിങ്ങൾ റഹീം പറഞ്ഞ ഒരു വിശദീകരണത്തിൽ തോന്നിയ സംശയമാണ്, അത് സ്വാഭാവികമായി കേൾക്കൂ. ഞാൻ ഒറ്റ കാര്യം കേൾക്കൂ. ഞാൻ ഈ പറഞ്ഞ പർട്ടിക്കുലർ ഇൻസിഡന്റ് ഇവിടെ ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ ഇത്തരം സംഭവങ്ങളോട് ഒരു പാർട്ടി ഗവൺമെന്റ് ഞങ്ങൾക്ക് സ്വീകരിക്കാവുന്ന സമീപനം ഇതാണല്ലോ, ഞങ്ങൾക്ക് കൊടുക്കാവുന്ന സന്ദേശം ഇതാണല്ലോ. എന്താ സന്ദേശം? ഞങ്ങൾ തള്ളിപ്പറയുന്നു എന്ന് മാത്രമല്ല. അപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു, അദ്ദേഹം നേരത്തെ പറഞ്ഞു എന്താ, നാവിന് ബലമുണ്ട് എങ്കിൽ പറയാൻ കഴിയുമെങ്കിൽ എന്തും പറയാമെന്ന്. അങ്ങനെയല്ല സാർ, അതിന്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി. 90 ദിവസത്തിനകം കുറ്റപത്രം കൊടുക്കാതിരുന്ന് ഒരു 10-20 ദിവസം കൂടി ഒന്ന് വൈകിപ്പിച്ചിരുന്നു എങ്കിൽ ആ കുറ്റവാളികളെ അല്ലെങ്കിൽ ആ കൊലയാളികളെ സഹായിക്കാമായിരുന്നു. അല്ലെ, പ്ലീസ്, അത് ചെറിയ കാര്യമായി കാണുന്നില്ല. അപ്പോഴെന്താണ് ഞാൻ പറയാം, പ്ലീസ്. ഷുഹൈബ് സംഭവത്തിലും നമ്മൾ പറഞ്ഞത് നാവിന്റെ ബലം മാത്രമായിരുന്നില്ല, പ്രവർത്തി പഥത്തിലും കാണിച്ചു. പ്രധാനപ്പെട്ട റഹീം അത് പറഞ്ഞ അല്ലല്ല, ഞാൻ വരാം, അതുകൊണ്ടല്ല, അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയായിരുന്നു. കോടിയേരി ഇന്നടക്കം അപലപിക്കുമ്പോൾ തുടർച്ചയായി പല കാലത്തും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അന്നത്തെ അപലപിക്കലിൽ ഒതുങ്ങുകയാണോ എന്നൊരു ചോദ്യം എന്റെ മുമ്പിലുമുണ്ട്. ആ ചോദ്യത്തിന് മട്ടന്നൂർ ഷുഹൈബ് കേസിൽ റഹീം ആവർത്തിച്ചു പറയുന്നു, ആ പ്രതികളെ ഒരു തരത്തിലും സഹായിച്ചിട്ടില്ല, കുറ്റപത്രം കൊടുത്തു, അവരെ വിചാരണയ്ക്ക് മുൻപിലേക്ക് കൊണ്ടുവരുന്നു എന്ന വാദമാണ് ഉന്നയിക്കുന്നത്. യെസ്, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിൽ തർക്കമുള്ള ചോദ്യം തന്നെയായി അവശേഷിക്കാം മറ്റുള്ളവർക്ക്. എനിക്ക് തോന്നുന്നു ശ്രീ സതീശൻ പാച്ചേനി അത് റഹീം ഉയർത്തിപ്പിടിക്കുന്നു. എനിക്ക് അദ്ദേഹം ടെലിഫോൺ ലൈനിൽ പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ശ്രീ സതീശൻ പാച്ചേനി ടെലിഫോൺ ലൈനിലുണ്ട്, DCC പ്രസിഡന്റ്, കണ്ണൂർ DCC പ്രസിഡന്റ്. ശ്രീ സതീശൻ പാച്ചേനി, ഇപ്പോൾ CPM ഒരു തരത്തിലും, ഇപ്പോൾ റഹീം ഈ ചർച്ചയിലുണ്ട്, കോടിയേരി ആയാലും ഒരുപാട് സമയത്തിന് ശേഷമാണെങ്കിലും മുഖ്യമന്ത്രിയും ഒക്കെ അപലപിച്ചു. അത് വെറും നാവിന്റെ ബലം കൊണ്ടുള്ള അപലപിക്കൽ മാത്രമല്ല, മട്ടന്നൂർ ഷുഹൈബ് കേസിലടക്കം പ്രതികളെ കണ്ടെത്തി അവരെ സമയത്തിനുള്ളിൽ കുറ്റപത്രം കൊടുത്ത് ഇപ്പോഴും ജയിലിൽ ഉള്ളിലാക്കി വിചാരണ ചെയ്ത് ശിക്ഷ വാങ്ങിക്കൊടുക്കും. ആ നിലയിലാണ് ഈ അപലപിക്കലിന്റെ റിസൾട്ട് എന്നാണ് പറയുന്നത്. പക്ഷെ കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിക്കുന്നുമില്ല. ശ്രീ സതീശൻ പാച്ചേനി, ഈ റഹീമൊക്കെ എന്താ പറയുന്നത്? ഷുഹൈബിന്റെ കേസിൽ എന്താണ് ചെയ്തെന്നാ പറഞ്ഞത്? 90 ദിവസത്തിനുള്ള കുറ്റപത്രം കൊടുക്കാൻ പോലീസിന്റെ ഡ്യൂട്ടിയല്ലേ റഹീബ്? അതിലെന്താ പിണറായി ഗവൺമെന്റിന് മിടുക്കുന്നത്? നിങ്ങൾ ഇപ്പോഴും ഷുഹൈബിന്റെ കേസിൽ കൊന്നവരിൽ നേരിട്ട് കൊന്നവരിൽ ഏതാനും പേരെ പിടിച്ചു, കൊല്ലിച്ചവരെ പിടിച്ചിട്ടുള്ള റഹീമിന്റെ പാർട്ടിയുടെ നേതാക്കന്മാരാ. എന്താ ചെയ്ത ഗവൺമെന്റ്? ആ കൊലപാതകം സതീശൻ പാച്ചേനി, ദൈവത്തെ തെറ്റിദ്ധരിപ്പിക്കരുത്. CPIMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെ 120B പ്രതികളായി. 120B പ്രതിയായി. അങ്ങനെ പറയരുതേ. ആ കേസില് നാവിന്റെ ബലം കൊണ്ട് റഹീമെ കള്ളം പറയരുത്.
ഞാൻ പറഞ്ഞത് കളവാണെങ്കിൽ ഞാൻ പറഞ്ഞത് കളവാണോ? CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി 120-യിൽ കേസിൽ പ്രതിയായില്ലേ? ശരി, അദ്ദേഹം ലൈനിലാണ്, ടെലിഫോണിലാണ്, നമ്മളെപ്പോൾ നേരിട്ടല്ല. ശിപാച്ചനി അതൊന്ന് വിശദീകരിക്കും. ചർച്ചയ്ക്ക് പങ്കെടുത്ത് താങ്കൾ അടങ്ങിയിരിക്കണം. അവിടെ എല്ലാത്തിനും കയറി കൊട്ടരുത്, മനസ്സിലായില്ലേ? ലോക്കൽ സെക്രട്ടറി എത്ര മാസം കഴിഞ്ഞ റഹീമെ അറസ്റ്റ് ചെയ്തത്? ഹൈക്കോടതിയിൽ അവസാനം എല്ലാ അർത്ഥത്തിലും CBI അന്വേഷണത്തിന് വീണ്ടും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിടുമെന്ന ഘട്ടത്തിലേക്ക് വന്നപ്പോഴോ ഒരു നിവൃത്തിയുമില്ലാതെ നിങ്ങൾ ലോക്കൽ സെക്രട്ടറി അറസ്റ്റ് എത്ര മാസം കഴിഞ്ഞിട്ടാ? 90 ദിവസത്തിന് അറസ്റ്റ് ചെയ്തോ? കുറ്റപത്രം കൊടുത്തപ്പോൾ അറസ്റ്റ് ചെയ്തോ? ഇല്ല. അതുകൊണ്ട് പൂർണ്ണമായിട്ടും മുഖ്യപ്രതികളെ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ് ഗവൺമെന്റ് എടുത്തത്. ഇപ്പോൾ CPM നേതാക്കന്മാരെ രക്ഷിക്കാൻ ആരാ കേസ് കൊടുത്തത്? റഹീമിന്റെ വാദം ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. ഒന്ന് കേൾക്കൂ. റഹീം പറയുന്നത് ആ കേസിൽ ഇപ്പോൾ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം നൽകിയില്ല എങ്കിൽ ആ ആനുകൂല്യം ഉപയോഗിച്ച് അവർക്ക് ജാമ്യം നേടാം. അങ്ങനെ ഒരു ആനുകൂല്യം ആ വേണ്ടപ്പെട്ട പ്രതികൾക്ക് നൽകിയില്ല, കുറ്റപത്രം നൽകി. അതുകൊണ്ട് അവർ ഇപ്പോഴും ജയിലിൽ തുടരുന്നു, വിചാരണയിലേക്ക് പോകാൻ അവർ നിർബന്ധിക്കപ്പെടുന്നു എന്ന് പറയുന്നിടത്താണ് ഒരു ആനുകൂല്യം ചെയ്തു കൊടുത്തില്ല എന്ന് റഹീം വാദിക്കുന്നത്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് അടക്കം 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുക അവരുടെ ഉത്തരവാദിത്തമാണ്. ആരുടെ ഔദാര്യമല്ല, റഹീമിന്റെയോ പാർട്ടിയുടെയോ ഗവൺമെന്റിന്റെയോ ഔദാര്യമല്ല. എന്താണ് അത് എടുത്തു പറയുന്നത്? എന്നിട്ട് CBI അന്വേഷണത്തെ എതിർക്കാൻ സർക്കാർ മുന്നിട്ടിറങ്ങി ലക്ഷക്കണക്കിന് രൂപ കാശ് കൊടുത്തുകൊണ്ട് സുപ്രീം കോടതി അഭിഭാഷകരെ ഇപ്പോഴും കൊണ്ടുവരുന്ന റഹീമിന്റെ പാർട്ടി ഈ സർക്കാരും ആരെ രക്ഷിക്കുന്നു എന്നാ പറയുന്നത്? എന്ത് നീതി നടപ്പാക്കുന്നു എന്നാ പറയുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, പച്ചക്കള്ളം പറയരുത്. ശ്രീ സതീശൻ പാച്ചനി ഒന്ന് ലൈനിൽ തുടരുക. ഇപ്പോൾ അവിടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ഇടത്ത് വളരെ ദുഃഖകരമായ സാഹചര്യമാണ്. ബന്ധുക്കൾ, വേണ്ടപ്പെട്ടവരൊക്കെയാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിട്ടുള്ളത്. അവരുടെ വേദന, കോൺഗ്രസ് നേതാക്കൾ അവിടെയുണ്ട്. വർക്കിംഗ് പ്രസിഡന്റ് K സുധാകരനെ കാണാം. വളരെ ഒരു തരത്തിലും ആർക്കും ഒരു ന്യായീകരണവും നൽകാനില്ലാത്ത വിധം അപലപനീയമായൊരു സാഹചര്യത്തിലൂടെയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം ഈ വിധം കടന്നുപോകുന്നത്. രാജകുമാർ, ഇത് മലയാളിയുടെ ഒരു ദുർവിധിയല്ലേ? ഹർത്താലും അതുമായി ബന്ധപ്പെട്ട കോടതിയുടെ നടപടികളിലേക്കൊക്കെ വരും മുമ്പ് മലയാളി ആവർത്തിച്ച് കാണേണ്ടി വരുന്ന ഈ ദുർവിധി, അതിലേക്കാണ് ഞാൻ താങ്കളെ ക്ഷണിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഓർമ്മിപ്പിക്കുന്നതും പറയുന്നതും അതാണ്. എൻ്റെ ഏറ്റവും നല്ല 2 സുഹൃത്തുക്കൾ തമ്മിലാണ് ഇപ്പോഴിവിടെ ഒരു വാക്പോരുണ്ടായത്. പക്ഷേ ഈ വാക്പോര് കൊണ്ട് നമുക്ക് ഇനി അങ്ങോട്ട് ഭാവിയിൽ എന്ത് നേട്ടമുണ്ടാകും എന്ന് ചിന്തിച്ചാൽ വലുതായിട്ടൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ അടിസ്ഥാനപരമായ ഒരു തെറ്റുണ്ട്. കാര്യം, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കയ്യൂക്ക് ഒരു കാര്യമായി ഇവിടെ പ്രായോഗികമായി നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം. ആ കയ്യൂക്ക് എങ്ങനെ ആശയപരമായ സംഘടനകളിലൂടെ ജനാധിപത്യത്തെ മുന്നോട്ട് നയിക്കാം എന്നുള്ള രീതിയിലേക്ക് മാറ്റാത്തിടത്തോളം കാലം ഇപ്പോൾ റഹീമിൻ്റെ പാർട്ടിക്ക് അവരുടേതായ നഷ്ടങ്ങൾ പറയാനുണ്ടാകും, കോൺഗ്രസ്സുകാർക്ക് അവരുടേതായ നഷ്ടങ്ങൾ പറയാനുണ്ടാകും. ഈ ടാലി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന കുറ്റകൃത്യങ്ങൾ അവസാനിക്കുന്നില്ല. അതിൽ പെടാതെ മാറി നിൽക്കുന്ന ഒരാളാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മഹാഭൂരിപക്ഷം വരുന്ന ഒരു വലിയ പ്രേക്ഷക സമൂഹത്തിന്റെ പ്രതിനിധിയായി കണ്ടുകൊണ്ട് ചോദിച്ചാൽ ഈ കാര്യത്തിൽ ഇത്തരത്തിലേക്കുള്ള ആശയ സമരത്തിന് പകരം കയ്യൂക്കിന്റെ രാഷ്ട്രീയമാണ് എന്ന് പറയുമ്പോൾ അതിൽ ആ നിലയിലേക്ക് ഈ പ്രവർത്തകരെ ഈ വിധം കെട്ടഴിച്ചു വിടുന്നതിൽ, അല്ലെങ്കിൽ അതിനു മുമ്പിൽ കണ്ണടയ്ക്കുന്നതിൽ, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാനാവാത്തതിൽ നേതാക്കൾക്ക് പങ്കില്ലേ? തീർച്ചയായിട്ടും അതിനൊരു ധാർമ്മികമായ പങ്കാളിത്തം നേതൃത്വത്തിന് തന്നെയാണ്. ധാർമ്മികമാണ്. ഒരു വൈക്കേരിയസ് ലയബിലിറ്റി എന്ന് നമുക്ക് ക്രിമിനൽ ലോയിൽ പറയാൻ പറ്റില്ല, പക്ഷെ എന്നാൽ പോലും ഒരു വൈക്കേരിയസ് ലയബിലിറ്റി എന്ന് തന്നെ പറയാം. കാര്യം, ഈ ഒരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാകുന്നതിന് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഈ സാഹചര്യങ്ങൾ നല്ല പക്വതയുള്ള നേതൃത്വത്തിന് ഡിഫ്യൂസ് ചെയ്യാൻ കഴിയും. പക്ഷേ പല സമയത്തും അത്
വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നതായി കാണുന്നില്ല. ഒരു ഭീകരത സൃഷ്ടിക്കുന്നത് ഒരു പാർട്ടിക്ക് ചില ഘട്ടങ്ങളിൽ നന്മ ചെയ്യും, ഇല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കും എന്ന് വിചാരിക്കുന്ന അപക്വമായ രാഷ്ട്രീയമാണ് ഈ രണ്ട് ഭാഗത്തും നിൽക്കുമ്പോഴാണ് ഈ കൊലപാതകങ്ങൾ കൂടുന്നത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, എനിക്ക് ഈ പല കേസുകളിലും കൊലക്കേസുകൾ നിരന്തരമായി അഫയർ ചെയ്യുന്നതുകൊണ്ടറിയാം, കൊന്നവൻ്റെയും കുടുംബം തൊലയും ചത്തവൻ്റെയും കുടുംബം തൊലയും. കാരണം ഇതിന് ഒരു ശാശ്വത പരിഹാരവുമില്ല. നിങ്ങൾ എത്ര സാമ്പത്തിക സഹായം മട്ടന്നൂർ കേസിലാണെങ്കിലും ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം അതിന്റെ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ കേസിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയിൽ പെട്ടവരെ ശിക്ഷിച്ചിട്ടുമുണ്ട്. പക്ഷെ അതിനപ്പുറമുള്ള ഗൂഢാലോചനയുണ്ട് എന്നാണ് രാഷ്ട്രീയ എതിരാളികൾ അക്കാലത്തും ഇന്നും പറയുന്നത്. ഈ കേസിൽ ഇപ്പോൾ മട്ടന്നൂർ ഷുഹൈബ് കേസിലും അങ്ങനെ ഗൂഢാലോചനയിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രതിയായി നിൽക്കുന്നു. ഇവിടെയും അത്തരം ഗൂഢാലോചന ആരോപിക്കുന്നു. ആ ഗൂഢാലോചനയിലേക്ക് യഥാർത്ഥത്തിൽ ശരിയായ അന്വേഷണം പോകാറുണ്ടോ? അതിൽ യഥാർത്ഥ പ്രതികൾ പിടിക്കപ്പെടാറുണ്ടോ? അതിൽ ഈ നേതാക്കൾക്ക് ഇന്നും അയവ് ലഭിക്കുന്നത്, ഇളവ് ലഭിക്കുന്നത് ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആവർത്തിക്കുന്നതിൻ്റെ ഒരു വലിയ സാധ്യതയാണ്. അതൊരു രാഷ്ട്രീയ കൂട്ടായ്മയുടെ ഭാഗമാണ്. രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ആ രാഷ്ട്രീയക്കാർക്കിടയിൽ ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയാണ് നേതൃതലത്തിൽ. ആ കൂട്ടായ്മയിലാണ് ഈ മുട്ടത്തോട് പോലെയുള്ള ഒരു ലെയർ മാത്രമേ പൊട്ടൂ. അതിനപ്പുറത്തേക്ക് കട്ടുകൂടിയ ഒരുപാട് ലെയറുകളുണ്ട്. ആ ലെയറുകൾ പൊട്ടി അവസാനത്തെ കണ്ണി വരെ ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടെങ്കിൽ അത് കൊണ്ടുവരുവാൻ നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് കഴിയുന്നില്ല എന്നുള്ളതൊരു പരമമായ സത്യമാണ്. അത് ആര് ഭരിച്ചാലും, കോൺഗ്രസ് ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും BJP ഭരിച്ചാലും ഇവിടുത്തെ സിറ്റുവേഷൻ അതാണ്. നമ്മുടെ രാജ്യത്ത് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ വേണ്ട രീതിയിൽ നേരിടുവാനുള്ള സംവിധാനം, അത് പ്രിവെൻറ്റ് ചെയ്യുവാനുള്ള സംവിധാനമില്ല. അതുപോലെ തന്നെയാണ് രാഷ്ട്രീയ അഴിമതി. ഈ രണ്ട് കാര്യങ്ങളിലും നമ്മൾ സമൂഹം ഒന്നിച്ച് നിന്ന് കൂട്ടായ്മയിൽ ചിന്തിച്ച് ഇത് അവസാനിപ്പിക്കണം എന്ന് ഒരു കരുതൽ നമ്മൾ ഇപ്പോഴേ ചിന്തിച്ചില്ലെങ്കിൽ ഇനി ഈ കാര്യങ്ങൾ കുറെ കൂടെ കൈവിട്ടു പോകും. ഒന്നുകിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് അത് അവസാനിപ്പിക്കാനാകണം, അല്ലെങ്കിൽ അതാത് കാലത്ത് ഈ കേസുകൾ ഏറ്റെടുക്കുന്ന അന്വേഷണ സംഘങ്ങൾക്ക് അതിന് കഴിയണം. അന്വേഷണ സംഘങ്ങൾ ഒരിക്കലും ശരത്തെ ഇന്ത്യയിൽ സ്വതന്ത്രമല്ല. ഇത് രണ്ടും സാധ്യമല്ല. അങ്ങനെ സ്വതന്ത്രമായ ഏജൻസിയെ നമുക്ക് കണ്ടെത്താൻ ഇന്ത്യയിൽ കഴിയുന്നില്ല എന്നുള്ളത് ദുരവസ്ഥയാണ്. ശ്രീ സതീശൻ പാച്ചേനി, താങ്കൾ ലൈനിൽ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വളരെ വേദനാജനകമായ ദൃശ്യങ്ങളും വേദനകളും കൂട്ടക്കരച്ചിലും ഒക്കെ വന്നൊരു ഘട്ടത്തിലാണ് താങ്കളോടൊന്ന് ഞാൻ ഇടപെട്ടത്. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ CPM സംസ്ഥാന സെക്രട്ടറി പൂർണ്ണമായ തോതിൽ നിരാകരിച്ചു. ഒരു തരത്തിലും ഇവരെ പിന്തുണയ്ക്കില്ല, അവർ പാർട്ടി ബോധം പോലും ഇല്ലാത്തവരാണ് എന്ന് പറഞ്ഞു. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അദ്ദേഹം അങ്ങനെ കൂടി പറഞ്ഞു വെച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ അവർക്ക് എന്ത് രാഷ്ട്രീയ ബോധമാണ് എന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ ചോദിക്കേണ്ടി വരുന്നു. ആ നിലയിൽ അതേ ദിവസം തള്ളിപ്പറയുന്നു എന്നത് ആ പാർട്ടിയുടെ ആത്മാർത്ഥതയായി കോൺഗ്രസ് കാണുന്നേയില്ല എന്നാണോ? ഒരു ആത്മാർത്ഥതയുമല്ല, കാപട്യത്തിന്റെ മുഖമാണ് കൂടിയിരിക്കുക. നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പ് മുമ്പ് ടി പി ചന്ദ്രശേഖരനെ കൊന്ന ദിവസം ഞങ്ങൾക്കറിയാം ഇത് സാക്ഷാൽ പിണറായി വിജയനടക്കം അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. എത്ര മാസം കഴിഞ്ഞു, എന്നിട്ടും അംഗീകരിച്ചോ? അവരാണ് കൊന്നത് എന്ന് ലോകം മുഴുവൻ അറിഞ്ഞിട്ടും അവർ സമ്മതിക്കില്ല. ഈ കണ്ണൂർ ജില്ലയിൽ എത്ര രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഞങ്ങൾക്കെല്ലാം വേണ്ടപ്പെട്ടവർ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ എത്ര പേരെ കൊന്ന ദിവസവും അടുത്ത ദിവസവും തള്ളിപ്പറയും, കേസ് നടത്തും. ആ വീട്ട് മുഴുവൻ അവർ നോക്കും, ഫണ്ടുണ്ടാക്കി കൊടുക്കും, ജീവിതകാലം മുഴുവൻ അവരെ സംരക്ഷിക്കും, ജയിലിൽ പോയി നോക്കും, ജയിലിലും എല്ലാ സംരക്ഷണവും എല്ലാ അഴിഞ്ഞാട്ടവും അനുവദിച്ചു കൊടുക്കും. ഇതാണ് കൊലപാതകം അവസാനിക്കാത്തത്. അതിന്റെ യഥാർത്ഥ കാരണം ഷുക്കൂർ കൊല്ലപ്പെട്ടപ്പോൾ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറഞ്ഞു ഷുക്കൂർ കൊല്ലപ്പെടേണ്ടവനാണ്. ഷുഹൈബ് കൊല്ലപ്പെട്ടപ്പോൾ പറഞ്ഞു, ആദ്യം ഒന്നും പ്രതികരിച്ചില്ല, അപലപിച്ചു. അടുത്ത ദിവസം മുതൽ കുടുംബയോഗങ്ങൾ കൂടിയിട്ട് പറഞ്ഞു ഷുഹൈബ് മോശക്കാരനാണ്, കൊല്ലപ്പെടേണ്ടവനാണ്. കുടുംബയോഗത്തില്ല, സ്വകാര്യ യോഗത്തിൽ. ഇതാണ് CPM ചെയ്യുന്നത്. അതുകൊണ്ട് CPM നേതൃത്വം, പ്രത്യേകിച്ച് ഈ കണ്ണൂർ ലോബിയുടെ കയ്യിലേക്ക് ഭരണ പാർട്ടി നേതൃത്വം എത്തിയപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും മുൻകാലങ്ങളിൽ അവർ വളർന്നു വന്നതും അവർ വളർത്തിക്കൊണ്ടുവരുന്നതും ഈ ഗുണ്ടായിസവും ക്രിമിനലിസവും തന്നെയാണ്. അതുകൊണ്ട് താഴെത്തട്ടിൽ ചെറിയൊരു തർക്കമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാകുമ്പോൾ അണികൾ, പ്രാദേശിക നേതൃത്വങ്ങൾ കൊലപാതകമടക്കം ആസൂത്രണം ചെയ്യുന്നു, അവർക്ക് സംരക്ഷണം കൊടുക്കുന്നു, അവർക്ക് ഉറപ്പുണ്ട്. ഇവിടെ ഈ പെരിയയിൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വം ആസൂത്രണം ചെയ്ത കൊലപാതകമാണ്. ഞങ്ങളിന്ന് അവിടെ പോയി, ഞാൻ അല്പം നേരത്തെ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വഴിയാണ്. അവിടെ ആ പ്രദേശത്ത് പോകുമ്പോൾ എല്ലാവർക്കും അറിയാം ആരാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. അതിനകത്ത് അതായത് മട്ടന്നൂർ ഷുഹൈബ് കേസിലെ പോലെ തന്നെ എന്നാണ് ഈ പറഞ്ഞു വരുന്നത് അല്ലേ?
തീർച്ചയായിട്ടും നേതൃത്വം ആസൂത്രണം ചെയ്ത് കുറെ ദിവസങ്ങളായി ആസൂത്രണം ചെയ്ത് കൃത്യമായി അവിടുത്തെ ഒരു ക്ഷേത്ര ഉത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴി അവർ കാത്തുനിന്ന് കൃത്യമായി നേരത്തെ ജീപ്പിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റി ക്രിമിനൽ സംഘത്തെ ജീപ്പിനകത്തിരുത്തി അവിടുത്തെ ലോക്കൽ നേതൃത്വത്തിന്റെ നേരിട്ടുള്ള ഇടപെടൽ എവിടെ ഉണ്ടായി എന്ന് ഞങ്ങൾക്ക് ആ പ്രദേശത്ത് പോയപ്പോൾ എല്ലാവരും ഏകസ്വരത്തിൽ പറയുന്നു. അവരെ നേരത്തെ ആ പരിസരത്ത് കണ്ടവരുണ്ട്. ഇങ്ങനെയെല്ലാമുള്ള ആസൂത്രണം ഈ കൊലപാതകത്തിൽ നടന്നിട്ടുണ്ട്. വെൽ പ്ലാൻഡ് ആണ്. ആ വെൽ പ്ലാൻഡ് ആണെന്ന് പറയുമ്പോൾ സതീശൻ പാച്ചേനി ഒരു കാര്യം കൂടി റഹീമിലേക്ക് പോകും മുമ്പ്, അതായത് ഒരു പ്രൊഫഷണൽ സംഘമാണ്, ഒരു കൊട്ടേഷൻ സംഘമാണ് ഈ വെട്ടിൻ്റെയും മുറിവുകളുടെ ഒരു ആഴവും അതിൻ്റെ ആസൂത്രണ രീതിയും ഒക്കെ പരിഗണിക്കുമ്പോൾ അതൊരു പുറത്തുനിന്നുള്ളൊരു കൊട്ടേഷൻ സംഘത്തെ കൊണ്ട് രാഷ്ട്രീയമായി ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ ആലോചിച്ച് നടപ്പാക്കിയതാണ് എന്നാണോ കോൺഗ്രസ് ആരോപിക്കുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കുന്നത്? അന്വേഷണത്തിൽ ഈ ഘട്ടത്തിൽ തൃപ്തികരമാണെന്ന് നേതാക്കൾ പറയുന്നുണ്ടല്ലോ. കണ്ണൂരിൽ ഇഷ്ടംപോലെ ക്രിമിനൽസ് ഉണ്ടല്ലോ. മഴുകൊണ്ട് തലയുടെ പുറകിൽ വെട്ടിപ്പിളർന്നിരിക്കുന്ന രാവിലെ പരിയാരം മെഡിക്കൽ കോളേജിൽ ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ തന്നെ കൃത്യമായിട്ട് അതിന് ആ സമയത്ത് ഞങ്ങൾക്കും നോക്കാനുള്ള സന്ദർഭം ലഭിച്ചിരുന്നു. ആഴത്തിലുള്ള 13-14 സെന്റിമീറ്റർ ആഴത്തിലുള്ള മുറിവുകളാണ്. തല അറ്റുപോയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആഴത്തിലുള്ള മുറിവാണ്. കാൽപാദം അറ്റുപോയിട്ടില്ല എന്നേ ഉള്ളൂ. 2 കാൽപാദവും തലയുടെ പിറകിൽ മഴുകൊണ്ട് വെട്ടിയ പരിക്കാണ്. അപ്പൊ ഇതൊക്കെ ഇവിടെ CPM സ്ഥിരമായി ഉപയോഗിക്കുന്ന ആയുധങ്ങളാണല്ലോ. അവർക്ക് ആയുധങ്ങളുണ്ട്, അവർക്ക് ക്രിമിനൽസ് ഉണ്ട്. അത് പരസ്പര കുഞ്ഞിനത്തിനെ പോലുള്ള ഏർപ്പാടാക്കി കൊടുക്കും. ഇതിനൊന്നും ഒരു ക്ഷാമവും ഇവിടെ ഈ പ്രദേശത്ത്. ഞങ്ങളൊക്കെ ഈ ഉത്തര കേരളത്തിലും ഈ പ്രദേശത്തും ഒക്കെ ഞങ്ങളൊക്കെ ഈ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത് കാണുന്നു, സങ്കടകരമാണ്. എന്നിട്ടും അതിനെ ന്യായീകരിക്കുന്നു എന്നുള്ളതാണ് സത്യം പറയുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ അവരൊന്നും കാര്യമില്ല. ഇവർ കാപട്യത്തിന്റെ മുഖമാണ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. ഒരാത്മാർത്ഥതയില്ല. റഹീം, ഒരു മറുപടി അവിടെയാണ്. ഈ അപലപിക്കുന്നു എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ ഏതാണ്ട് 20 മണിക്കൂറിന് ശേഷമാണ് മുഖ്യമന്ത്രി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിലയിൽ കേരളം ഒന്നടങ്കം ഞെട്ടിപ്പോയൊരു വിഷയത്തിൽ പോലും അദ്ദേഹം അപലപിക്കുന്നതിന് പോലും സന്നദ്ധമായത്. അതിൽ പോലും ഒരു അർത്ഥമില്ല എന്ന ആളുകൾ വിശ്വസിക്കുന്നതിന്റെ കാരണം ഇതാണെന്നാണ് പാച്ചേനി പറയുന്നത്. ഇപ്പോൾ ഇതെന്തു പറഞ്ഞാലും രാഷ്ട്രീയ പ്രേരിതമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ രാഷ്ട്രീയമായി എന്തെല്ലാം ആരോപിക്കാം. ആക്രമണ രീതി, മുൻപ് സംഭവിച്ചത്, അതിന്റെ ഗൂഢാലോചന, അതിന്റെ രാഷ്ട്രീയ നേതൃത്വം, ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയില്ലേ പാച്ചേനി പറയുന്നത്? ഞാൻ പറഞ്ഞതൊക്കെയും ഈ പറഞ്ഞ വസ്തുതകളാണ്. ആ വസ്തുതകൾ ഉയർത്തിപ്പിടിക്കുന്നില്ല. ഉണ്ടാകുന്ന നെഗറ്റീവായ കാര്യങ്ങൾ മാത്രം പറയുന്നു, സമ്മതിക്കുന്നു. ആ നെഗറ്റീവിനിടയിൽ അസ്വാഭാവികമായ പോസിറ്റീവ് ഉണ്ടാകുന്നു. അസ്വാഭാവികം എന്ന വാക്ക് ഞാൻ അടിവരയിടുകയാണ്. ഏതെങ്കിലും ഒരു കാലത്ത് കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇവിടെ 4 പേർ മരിച്ചത്. ലാൽജി കൊളന്നൂർ, മധു ഈച്ചരത്ത്, ഹനീഫ, ഇവരെല്ലാവരും 3 പേർ കൊല്ലപ്പെട്ടത്. ഞാൻ ചോദിക്കുന്നു, 3 പേരും കോൺഗ്രസ് ആയിരുന്നു. ആ 3 പേരുടെ വീട്ടിൽ സതീശൻ പാച്ചേനി പോയോ? ലീഗിന്റെ പ്രവർത്തകരും കോൺഗ്രസിന്റെ പ്രവർത്തകരും എത്ര പേരാണ് ബോംബ് നിർമ്മിക്കുന്നുണ്ടായിരുന്നു മരിച്ചത്? ഞാൻ പഴയ ചരിത്രത്തിലേക്ക് നിങ്ങൾ നിൽക്കുന്ന പ്രതിക്കൂട്ടിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് അത് എത്തിക്കില്ല. അല്ല ശരത്തെ, CPM പോലൊരു പുരോഗമന പ്രസ്ഥാനം എന്ന് നിങ്ങൾ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നൊരു പാർട്ടി ഇപ്പോൾ മട്ടന്നൂർ ഷുഹൈബ് കേസിൽ പ്രതികൾക്കെതിരെ, കുറ്റവാളികൾക്കെതിരെ പഴുതടച്ച നടപടി സ്വീകരിച്ചുവെങ്കിൽ എന്തുകൊണ്ടാണ് അഴിക്കുള്ളിലാകും, ജീവിതം നഷ്ടപ്പെടുമെന്നൊരു തോന്നലില്ലാതെ ഈ ഗുണ്ട രാഷ്ട്രീയ കക്ഷികൾ, പ്രവർത്തകർ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് പാർട്ടിയുടെ ലേബലിൽ? ശരത്തെ, ഈ വിചാരണ ചെയ്യാനാണ് വിളിച്ചത് എങ്കിൽ എന്നെ ഇവിടെ നിന്ന് വിടുക. നിങ്ങളുടെ വിചാരണയ്ക്ക് നിൽക്കാൻ വേണ്ട. ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണെങ്കിൽ ഉത്തരം പറയാൻ അനുവദിക്കണം. ഞാൻ വളരെ കൃത്യമായി പറയുകയാണ്. നിങ്ങൾ ഈ പറയുന്നത് പോലെ ഞാൻ ഇതിനെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിച്ചോ? ഞാൻ ന്യായീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഞാൻ ആദ്യമേ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് 2 തവണ പറഞ്ഞു. മൂന്നാമതൊരിക്കൽ കൂടി നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ പറയാം. ഞാൻ അപലപിക്കാനാണ് വന്നത്. മനസ്സിലായി? കേൾക്കൂ. സതീശൻ പാച്ചേനെ അപലപിക്കുന്നു. ഞാൻ സതീശൻ പാച്ചേനെ ഉയർത്തിയ സതീശൻ പാച്ചേനെ ഞാൻ ഈ സന്ദർഭത്തിൽ രാഷ്ട്രീയമല്ല പറയുന്നത്. ഒരു കാരണവശാലും സംഭവിച്ചുകൂടാത്ത കാര്യം ഞാൻ ന്യായീകരിക്കാനൊന്നും പോയില്ലല്ലോ. അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയില്ലല്ലോ. പോകുന്നുമില്ല, പോവുകയുമില്ല. അതെന്റെ കൾച്ചർ. ഞാൻ പോയില്ല. പക്ഷേ ശ്രീ സതീശൻ പാച്ചേനി ഇവിടെ പറയുന്ന ചില കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകെ മോശമാണ്. കണ്ണൂരിൽ അദ്ദേഹത്തിന് ഒരുപാട് പേരെ അറിയാം. അദ്ദേഹത്തിന് സുധാകരൻ അറിയാമോ? EP ജയരാജന്റെ ശരീരത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന വെടിയുണ്ട ആരുടേതാണ്? ഈ പറയുന്ന സുധാകരൻ വിട്ടതല്ലേ RSSുമായി ചേർന്ന്? എത്രയോ ചരിത്രങ്ങളുണ്ട്. എന്തിനാണ് അതെല്ലാം ഞങ്ങളെ കൊണ്ട് ഇപ്പോഴും പറയിപ്പിക്കുന്നത്? സേവറി ഹോട്ടൽ അറിയില്ലേ? അവിടുത്തെ നാണുവേട്ടനെ അറിയില്ലേ? മൊയ്യാരത്ത് ശങ്കരനെ അറിയില്ലേ? ഞാൻ പറയണോ? ഓരോരുത്തരായി പറയണോ? ഇനി പഴയ ചരിത്രമൊക്കെ നിങ്ങൾ വിടൂ.
തൃശ്ശൂർ ജില്ലയിൽ മാത്രം 3 പേരല്ലേ നിങ്ങളുടെ കഴിഞ്ഞ UDF-ന്റെ ഗവൺമെന്റ് ഇരിക്കുമ്പോൾ കൊന്നത്? റഹീം, ഞാൻ പറയട്ടെ പ്ലീസ്, ഒറ്റ കാര്യം. ഈ കണക്കെടുപ്പാണ് ഈ പ്രശ്നം കണക്കെടുപ്പല്ല. ആ കണക്കെടുപ്പിൽ ഒരു മനോഭാവമുണ്ട്. ഞാൻ വന്നത് കണക്കെടുപ്പ് സാധാരണ കണക്കെടുപ്പ് പറയുമെന്ന മുൻവിധിയിൽ നിങ്ങൾ പറയാതിരിക്കും. ഞാൻ റഹീമിനെ പോലെ വളരെ സാധ്യതകളുള്ള ഒരു നേതാവിൽ നിന്ന് എന്റെ ചോദ്യം ഒന്നുണ്ടതിൽ അതിലേക്ക് റഹീം കണ്ണോടിക്കണം. അതായത് ഷുഹൈബിന്റെ കേസിൽ പഴുതടച്ച് പ്രതികൾക്കെതിരെ നടപടി സ്വീകരിച്ചു എങ്കിൽ അതൊരു മാതൃകയാക്കി എടുക്കാൻ താഴെത്തട്ടിൽ ഈ ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള പ്രവർത്തകർ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? അതാണ് അതിൽ റഹീമിന്റെ നിരീക്ഷണം കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നെ അതിലേക്കൊന്ന് എത്തിക്കൂ, അതിലേക്ക് വരൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ കണക്കുകളിൽ കിടന്ന് നമ്മൾ ചുറ്റാതെ അതിലൊരു നിരീക്ഷണം ആവശ്യമുണ്ട്. ഈ ചർച്ചയിൽ താങ്കൾ എത്ര സമയം എടുത്തെന്ന് പ്രേക്ഷകർ നോക്കട്ടെ. അതൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. ഒന്ന് കേൾക്കൂ, അതിന്റെ അർത്ഥം എന്നെ കേൾക്കുന്നില്ല എന്നാണ്. ഞാൻ അതുകൊണ്ടാണ് കണക്കെടുപ്പിനപ്പുറം ഈ ദിവസം നമ്മൾ കണക്കെടുപ്പിലേക്ക് പോകരുത്. എന്തുകൊണ്ടാണ് ആ മനോഭാവം മാറാത്തത്? അതാണ് എന്റെ ചോദ്യം. ഒന്ന് കേൾക്ക് സാറേ. ശരി, അവിടെ ഒരാൾ കണക്കെടുത്തല്ലോ, നിങ്ങളപ്പോൾ അത് പറയാത്തതേ. അങ്ങനെ കണക്കെടുത്തപ്പോൾ ഞാൻ കണക്കല്ല എടുക്കുന്നത്, കണക്കെടുക്കലല്ല ഞാൻ ഈ പറയുന്നതിന് റീസൺ ഉണ്ട്. എന്താ റീസൺ? ഞാൻ പറഞ്ഞത് ഒരു സംഭവം ഉണ്ടാകുന്നു, നിങ്ങൾ കൊല്ലപ്പെട്ടാലും ഞങ്ങൾ കൊല്ലപ്പെട്ടാലും ദൗർഭാഗ്യകരമെന്ന് മാത്രമല്ല, നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അവിടെ ഒരു സർക്കാരിന് വലിയ റോളുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ കാലത്തും ഒരു സർക്കാരുണ്ട്, ഞങ്ങളുടെ കാലത്തും ഒരു സർക്കാരുണ്ട്. അല്ല, പറയട്ടെ, ഞങ്ങളുടെ കാലത്ത് ചെയ്തതിനെ കുറിച്ചാണ് ഞാനെന്ന് പറഞ്ഞത്. ഞാൻ ഇപ്പോൾ ഈ 3 പേരുടെ പേര് പറഞ്ഞത് എന്താ? ഈ 3 ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരല്ല, കോൺഗ്രസ് പ്രവർത്തകരാണ്. കഴിഞ്ഞ കാലത്ത് കൊല്ലപ്പെട്ടവരുടെ പേരാണ് ഞാൻ പറഞ്ഞത്. പ്ലീസ് പറയട്ടെ, മനോഭാവം മാറാത്തത് എന്താണ്? ഞാനിത് സതീശൻ പറഞ്ഞതിന് ഞാൻ പറയണ്ടേ? അല്ലല്ല, കേൾക്കൂ. അവിടെ നിങ്ങൾ ഈ കാണിക്കാത്ത ആത്മാർത്ഥയാണ് ശ്രീ സതീശൻ ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ കാണിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഞാൻ വളരെ അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുന്നു, ഇത്തരം പ്രവണതകൾ മാറിയേ മതിയാകൂ. CPIM-ന്റെ പ്രവർത്തകരാകട്ടെ, CPIM-ന്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ, DYFI-യുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് വളരെ വ്യക്തമായി പറയാനുള്ളത്, ഏതെങ്കിലും ഒരു തരത്തിലുള്ള അക്രമ പ്രവർത്തനം ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ല. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇത് വിശദമായി CPIM-ന്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. DYFI-യുടെ നിലപാട് ഞങ്ങൾ പറയുന്നു, ഒരു കാരണവശാലും പാടില്ല. ആയുധം കൊണ്ടല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത്. ആയുധം കൊണ്ട് ആര് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാലും അത് അധമ രാഷ്ട്രീയ പ്രവർത്തനമാണ്. ആ അധമ രാഷ്ട്രീയ പ്രവർത്തനം ഒരിക്കലും സമൂഹം ആഗ്രഹിക്കുന്നതല്ല. സമൂഹത്തിന് നന്മ ചെയ്യുക എന്നതിലാണ് രാഷ്ട്രീയ പ്രവർത്തനം ഊന്നേണ്ടത്. അല്ലാതെ ഇത്തരം ചെയ്യുന്നത് ആരായാലും അത് ഞങ്ങളുടെ കൊടിപിടിച്ച ഒരു ദിവസമെങ്കിലും വന്ന ഒരാളാണെങ്കിൽ പോലും അത് തെറ്റാണ്, യാതൊരു സംശയവും വേണ്ട. അത് വളരെ അർപ്പണബോധത്തോടു കൂടി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങുന്ന, ഇതേ കൊടിപിടിക്കുന്ന ലക്ഷക്കണക്കിന് നിരപരാധികളായ നിസ്വാർത്ഥമതികളായ പ്രവർത്തകരെ അവരുടെ മുഖത്താണ് ഈ പറയുന്ന വിരലെണ്ണാവുന്ന ചിലർ കരിവാരിത്തേക്കുന്നത് എന്നതും യാതൊരു സംശയവുമില്ല. അപ്പോൾ മഹാഭൂരിപക്ഷം ചെയ്യുന്ന നന്മകളും ഈ പ്രസ്ഥാനം കാര്യങ്ങളും വിരലെണ്ണാവുന്നവർ ഇതിനെ നിങ്ങളുടെ വികാരം ഞാൻ അതുപോലെ ശരത്ത് പറഞ്ഞത് ന്യൂസ് ഞാൻ പറയുന്നു, ന്യൂസ് 18 പ്രകടിപ്പിക്കുന്ന ആ വികാരത്തെ ഞാൻ ഏറ്റെടുക്കുകയാണ്. റഹീം, രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ പാച്ചേനിയുടെ മുഖത്ത് നോക്കി നിങ്ങളും, റഹീമിന്റെ മുഖത്ത് നോക്കി നിങ്ങളും എന്ന നിലയിൽ നിങ്ങളും എന്ന നിലയിൽ ഞങ്ങൾക്ക് കാണാനാവില്ല. ഞങ്ങൾ അങ്ങനെ കാണുന്നില്ല. അതിൽ നഷ്ടപ്പെടുന്നത് മനുഷ്യജീവനുകളാണ്. അതെടുക്കാൻ ഒരവകാശവും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അതിന്റെ ലേബലിൽ ഒരു ഗുണ്ടയ്ക്കും അത് തന്നെയാണ്. പക്ഷേ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ആ പ്രവണത അവസാനിപ്പിക്കണം എന്ന് പറയുന്നു, അതിൽ ആത്മാർത്ഥമായി ഇടപെടും എന്ന് റഹീമിന്റെ വാക്കുകളെ നമുക്ക് ഈ ദിവസം എടുക്കാം. പക്ഷേ പലപ്പോഴും ഉയർന്ന ആക്ഷേപമുണ്ട്, പ്രതികളെ പാർട്ടി ഓഫീസുകളിൽ നൽകുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? TP കേസിൽ ആ ഏർപ്പാട് അവസാനിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. ആ നിലയിലുണ്ട്, അത് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടും രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിച്ചിട്ടില്ല. പാർട്ടികൾ പരസ്യമായി അപലപിക്കുന്നു. CPM തന്നെ ഇന്ന് കോടിയേരി മറയില്ലാത്ത വിധം അക്കാര്യത്തിലൊക്കെ പറയുന്നു. പക്ഷേ മട്ടന്നൂർ ഷുഹൈബ് കേസിന് ശേഷവും അതേ രീതിയിൽ തന്നെ വളരെ പ്രാദേശികമായി കൂടിയാലോചന നടത്തി നേതാക്കൾ തള്ളിപ്പറഞ്ഞിട്ടും ഇങ്ങനെ ചെറിയ കാര്യങ്ങളുടെ പേരിൽ ജീവനെടുക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആവർത്തിക്കാൻ കഴിയുന്നുവെങ്കിൽ എങ്ങനെയാണ് ആ പ്രവണത അവസാനിക്കുക? ആര് വിചാരിക്കണം? നേരത്തെ റഹീം പറഞ്ഞ അവസാനത്തെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ, റഹീം കേരളത്തിലൊന്നും അല്ലേ ജീവിക്കുന്നത്. റഹീം DYFI എന്ന് പറയുന്ന CPM-ന്റെ യുവജന സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാണെന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രസംഗം വാസ്തവത്തിൽ ഇത് ആരോടാണ് റഹീമെ താങ്കൾ സംസാരിക്കുന്നത്? കേരളത്തിലെ ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്.
കോൺഗ്രസ് ആണെങ്കിലും RSS ആണെങ്കിലും CPM ആണെങ്കിലും കേരളത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ചൊക്കെ എല്ലാവരും ഓർത്തിരിക്കുന്നവർ. ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള, ഞാൻ അങ്ങയെക്കുറിച്ച് ഈ വാക്കുകൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ താങ്കളുടെ ഈ ഉത്തരത്തിൻ്റെ അവസാനത്തെ ഭാഗം ഗിരിപ്രഭാഷണം എന്ന് തന്നെ ഞാൻ പറയട്ടെ. താങ്കളുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞതിനേക്കാളും ശക്തമായിട്ട് താങ്കൾ എങ്ങനെയാണ് ഞാൻ വിശദീകരിച്ചാൽ എനിക്ക് സന്തോഷമുണ്ട്. അതവിടെ നിൽക്കട്ടെ. താങ്കൾ താങ്കളുടെ ഉത്തരത്തിൽ ഇപ്പോൾ പറഞ്ഞതും അതിനു മുമ്പ് പറഞ്ഞ ഉത്തരത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. താങ്കൾ പറയുന്ന കൊലപാതക അനന്തര കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. ഇപ്പം നമ്മൾ ഷുക്കൂറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു. ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. അത് സതീശൻ പറഞ്ഞ പോലെ ജോലി പോലീസിന്റെ ആണെങ്കിലും സർക്കാരിന്റെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഷുഗൈബിന്റെ പിന്നെ കേസിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഷുഗൈബിന്റെ കുടുംബത്തിന് ഈ കേരള ഗവൺമെന്റിന്റെ പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല. അവർ കേസ് കൊടുത്തു, ഹൈക്കോടതിയിൽ ഒരു വിധി വന്നു, ഇപ്പോൾ സുപ്രീം കോടതിയിൽ CBI അത് അന്വേഷിക്കുന്നതിനെതിരായിട്ട് കേരള ഗവൺമെന്റ് കേസ് നടത്തിക്കൊണ്ടിരിക്കുക. ആരാ അപ്പിയർ ചെയ്യുന്നത്? ഇവിടുത്തെ അഡ്വക്കേറ്റ് ജനറൽ ഒന്നുമല്ല. മണിക്കൂറിന് ലക്ഷങ്ങൾ ഫീസ് വാങ്ങുന്ന വക്കീലിനെ വെച്ചിട്ട് അവിടെ ഈ അപ്പീൽ കേൾക്കാൻ കേരളത്തിലെ പോലീസിന് ആ കുടുംബത്തിന് വിശ്വാസമില്ലെങ്കിൽ എന്തുകൊണ്ട് സ്വതന്ത്രമായ നീതിപൂർവമായ ഒരു അന്വേഷണം അവരാഗ്രഹിക്കുന്ന CBI ആണെങ്കിൽ കൊടുക്കുന്നില്ല? അറസ്റ്റ് ചെയ്തതിനെ പറ്റി പറയുന്നു. ഇപ്പൊ നേരത്തെ ആരോടെ പറഞ്ഞു അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സുഖമല്ലേ സാറേ? കുഞ്ഞനന്തന്റെ കഥ നമുക്കറിയാലോ. കുഞ്ഞനന്തൻ എത്ര ദിവസം ജയിലിൽ കിടന്നു? കോടതി അത്ഭുതപ്പെടുകയാണ്. ശിക്ഷിക്കപ്പെട്ട് അല്ലെങ്കിൽ ജയിലിലേക്ക് വിട്ട് ജയിലിൽ കിടന്നതിനേക്കാൾ കൂടുതൽ സമയം അദ്ദേഹം പുറത്ത് കിടക്കുകയാണ്. അദ്ദേഹത്തിന് അനാരോഗ്യമാണെന്ന് പറഞ്ഞ പക്ഷേ അദ്ദേഹം പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നു. ജയിലിൽ കിടക്കുന്ന ആളിനെ പുറത്തിറക്കി പരോളിൽ കൊണ്ടുവന്നവരുടെ കല്യാണം നടത്തുന്നു. അവർക്കൊരു കല്യാണം നടത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമുക്കറിയാം എങ്ങനെയാണ് ഇവരെ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ നമുക്ക് നോക്കേണ്ടത് എന്താ? പോലീസ് എന്ത് ചെയ്തെന്നുള്ളതല്ല, അതിനു മുമ്പ് പാർട്ടിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഇത്തരം കൊലപാതകങ്ങൾ നടക്കുന്നു. അവിടെയാണ്. അല്ലാതെ പിന്നീട് പോലീസ് അന്വേഷിച്ചോ അവരെ ജയിലിൽ പോയോ, ജയിലിൽ അവർക്ക് പാർട്ടി സംരക്ഷണം കൊടുത്തോടെ നിൽക്കട്ടെ. താങ്കൾ ശരത്ത് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന പാർട്ടി നേതൃത്വം, അവിടെയാണ് തകരാറ്. അതിനെക്കുറിച്ച് ശ്രീ റഹീം വേണ്ട പോലെ സംസാരിക്കുന്നില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ 20 മണിക്കൂറായി മുഖ്യമന്ത്രിയുടെ ഒരു വിശദീകരണം വന്നിട്ടുള്ളത്. ഞാൻ ഇന്ന് കണ്ട അവരുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറപ്പെടുവിച്ച ഒരു റിലീസ് ഞാൻ ഇന്നൊരു വാർത്താ പോർട്ടലിൽ കണ്ടത് വെറും 3 വാചകങ്ങളാണ് സർ. 3 വാചകങ്ങൾ. സന്ദീപാനന്ദഗിരിയുടെ വീട്ടിലെ ഒരു കാറ് കത്തിച്ചപ്പോൾ നേരിട്ട് പോയി സന്ദർശനം നടത്തിയ മുഖ്യമന്ത്രി ഷുഹൈബിന്റെ വീട്ടിൽ പോയതായിട്ട് എനിക്കറിയില്ല. നാളെ ഈ 2 ചെറുപ്പക്കാരുടെ വീട്ടിൽ പോകുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഇവിടുത്തെ മുഴുവൻ ആളുകളുടെയും മുഖ്യമന്ത്രിയാണ്, CPM-കാരന്റെ മാത്രമല്ല. ഇത് മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കങ്ങൾ നടക്കും. നമ്മൾ ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം, എനിക്കിനി അവസരം കിട്ടുമെന്ന് തോന്നുന്നില്ല. പാർട്ടിയുടെ ഏറ്റവും ശക്തമായ പാർട്ടിയുള്ള കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെക്കാളിലും പിണറായി വിജയനെക്കാട്ടിലും കണ്ണൂർ ജില്ലയിൽ കൂടുതൽ കയ്യടി നേടുന്ന ശ്രീ P. ജയരാജൻ ഇന്ന് 2 കേസുകളിൽ CBI കേസുകളിൽ പ്രതിയാണ് എന്നുള്ളത് മറക്കരുത്. എന്നിട്ടാണ് റഹീം പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനം പിന്നെ ചോര കൊണ്ടുള്ള കളിയല്ല, ആയുധങ്ങൾ കൊണ്ടല്ല, ദർശനങ്ങൾ കൊണ്ടാണെന്നൊക്കെ പറയുന്നത്. ദയവ് ചെയ്ത് ഇന്നത്തെ ദിവസമെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചെറിയ മറുപടി, അതായത് CPM ആണ് നവോത്ഥാനത്തിന് വിധേയമാകേണ്ടത്, അത്രേ ഉള്ളൂ. ഒരു മിനിറ്റ്. അതെ, അത് അങ്ങനെ മാത്രം പറയരുത്. താങ്കൾ ദയവേത് പക്ഷം പറഞ്ഞ് ഈ അവസരത്തിൽ ഇന്നത്തെ ദിവസം താങ്കൾ പക്ഷം പറഞ്ഞ് പറയരുത്. താങ്കൾ അപലപിക്കുമോ കോൺഗ്രസിന്റെ? ഇന്ന് ഞാൻ പക്ഷം പിടിച്ചാണ് സംസാരിക്കുന്നത്. കോൺഗ്രസിന്റെ അല്ല, ഞാൻ ഇന്ന് മരിച്ചു വീണ 2 ചെറുപ്പക്കാരുടെ പക്ഷം പിടിച്ചാണ് ഞാൻ നിൽക്കുന്നത്. കോൺഗ്രസ് അനുഭാവിയായ അങ്ങും DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയും CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗവുമായ ഞാനും അതേ പക്ഷമാണ് പിടിക്കുന്നത്. അതിൽ എനിക്കും താങ്കൾക്ക് അഭിപ്രായത്തില്ല. പക്ഷേ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, നമ്മൾ ആകെ അപലപിക്കണം. ഇത്തരം കാര്യങ്ങളെ നിങ്ങൾ ഈ പറഞ്ഞ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ അപലപിക്കുന്നതിനെ പോലും അങ്ങ് ആത്മാർത്ഥമായി കാണുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, മുഖ്യമന്ത്രി അപലപിക്കുന്നു എന്ന് മാത്രമല്ല, താങ്കൾ ആദ്യം പറഞ്ഞു വാക്കുകളല്ല. എന്റെ ചരിത്രബോധം എന്നെ ഇതിനെ ആത്മാർത്ഥമായിട്ട് കാണാൻ എന്നെ അനുവദിക്കുന്നില്ല. ഒരു കാര്യം, ചരിത്രബോധത്തിന്റെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ഒരു ഭരണത്തിലിരിക്കുന്ന പാർട്ടി അതിൽപ്പെട്ട പ്രതികളെ ഇത്രയധികം വളരെ കൃത്യമായി
കൊടുക്കുന്ന ഒരു ചരിത്രം റഹീം ആവർത്തിച്ച് നേരത്തെ പറഞ്ഞതാണ്. ചരിത്രം Yes. അങ്ങയുടെ മാധ്യമ അനുഭവത്തിൽ എന്നാണ് ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം അത് നിൽക്കുന്നത് എന്നാണുള്ളത് ഒരിടത്തും അനുഭവിച്ചിട്ടില്ല. ഉദാഹരണം ചൂണ്ടിക്കാണിക്കും. മനസ്സിലായി റഹീം. അപ്പോൾ എന്താണ് അപലപിക്കുന്നു എന്ന് മാത്രമല്ല, അപലപിക്കുന്നു, ആത്മാർത്ഥമായി ഇടപെടുന്നു എന്ന് റഹീം വിശദീകരിക്കുകയും വാദിക്കുകയും ചെയ്യുന്നത് പൊതുസമൂഹം എങ്ങനെ എടുക്കുന്നു എന്നത് ഏതായാലും വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും സണ്ണിക്കുട്ടി എബ്രഹാമിന് ഒരു തരത്തിലും അതിനോട് പൊരുത്തപ്പെടാനാകുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാദം. അദ്ദേഹത്തിന്റെ വാദം CPM നേതൃത്വത്തിന് കൈയൊഴിയാനാകുമോ എന്ന ചോദ്യം, ആ ചോദ്യത്തിന് 69% ആളുകളും കൈയൊഴിയാനാകില്ല എന്നാണ് അതെ FB പോളിലൂടെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറയുന്നത്. ശ്രീ അജയകുമാർ, അവസാനമായി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇതിനെല്ലാം ഒരു പ്രതിവിധി ഹർത്താലാണ് എന്ന മട്ടിലേക്ക് ഈ കൊലപാതകാനന്തരം നേരത്തെ ശ്രീ സണ്ണിക്കുട്ടി പറഞ്ഞതുപോലെ പെരുമാറുന്നതും അംഗീകരിക്കാവുന്നതാണോ? ആളുകളെ വീട്ടിലിരുത്തിയാൽ പ്രതിഷേധം പൂർണ്ണമായി എന്ന് വിചാരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനവും എങ്ങനെ സ്വീകാര്യമാകും? ഈ കൊലപാതകവും ഈ ഹർത്താലുമായിട്ട് ഒരു രീതിയിലും പൊരുത്തപ്പെട്ടു പോകാത്ത കാര്യമാണ്. കൊലപാതകത്തെക്കാൾ നിന്ദ്യമാണ് വാസ്തവത്തിൽ ഈ ഹർത്താൽ. കാരണം ഇവിടെ കോടതിയുടെ സ്റ്റെപ്സ് വളരെ സ്വാഗതാർഹമാണെന്നാണോ? അങ്ങേയറ്റം സ്വാഗതാർഹം. കാര്യം 97 നമ്മുടെ ഹൈക്കോടതി തുടങ്ങി വെച്ച മഹത്തായ ഒരു നടപടി 2004, 2008, 2012, 2018, 2019 ഇതിനൊരവസാനം ഉണ്ടാക്കിയേ പറ്റൂ. രാഷ്ട്രീയ നേതൃത്വം ഇതിൽ മൗനം പാലിക്കരുത്. കാരണം ഇന്ത്യയിലെ ജനങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റിൽ കൈവച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തരുത്. ആ രാഷ്ട്രീയ പ്രവർത്തനമല്ല, അരാജകത്വത്തിലേക്ക് അത് പോകും. ഇനി രാഷ്ട്രീയക്കാരെ തെരുവിൽ ജനങ്ങൾ നേരിടുന്ന ഒരു ഗതികേട് വരും. അതുണ്ടാക്കരുത്. അതാണ് നല്ലത്. റൈറ്റ്. അഡ്വക്കേറ്റ് അജയകുമാർ, ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ശ്രീ എ റഹീം, ഒപ്പം തന്നെ ശ്രീ സതീശൻ പാച്ചേനി, വളരെയധികം നന്ദി. വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന്, ഒരു കേരളീയ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്തത്. 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നിർഭാഗ്യകരമായ ഹീനമായ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ഇരകളായി മാറിയ സാഹചര്യം, അതിനെ അപലപിച്ച് CPM നേതൃത്വം രംഗത്ത് വരുമ്പോൾ അത് എത്രമാത്രം സ്വീകാര്യമാണ് എന്നൊരു അന്വേഷണം പൊതുസമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ തന്നെ 2 തലങ്ങളും അവിടെ ഉയർന്നു. അതിനൊരു മറുപടിയാണോ യഥാർത്ഥത്തിൽ ഈ ഹർത്താൽ പോലെയുള്ള രീതികൾ എന്ന ചോദ്യവും വിമർശനവും വളരെ കൃത്യമായി ഉയരുകയും ചെയ്തു. ഇതെല്ലാമാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ ചർച്ചയുടെ ഭാഗമായി വന്നത്. CPM നേതൃത്വത്തിന് കൈയൊഴിയാനേ ആകില്ല ഈ ക്രൂരകൃത്യങ്ങൾ, ഈ ഹീന രാഷ്ട്രീയ കൊലപാതകത്തിന് പിന്നിൽ സംഭവിച്ച കാര്യങ്ങളിൽ എന്നാണ് മഹാഭൂരിപക്ഷം ജനങ്ങളും FB പോളിലൂടെ വിലയിരുത്തുന്നത്. എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.